സമയത്തിനായി സ്തോത്രം. प्रभु ने हमें दिया हुआ सुंदर समय के लिए प्रभु को धन्यवाद देते हैं. രക്ഷയും അതിനോടുള്ള ബന്ധത്തിൽ നമുക്ക് കിട്ടുന്ന പ്രതിഫലവും ഇത് തമ്മിലുള്ള വ്യത്യാസത്തെ കുറിച്ചാണ് നമ്മൾ അല്പസമയം ചിന്തിക്കുന്നത്. आज हम उद्धार के बारे में और उसके द्वारा हमें मिलने वाला प्रतिफल के बारे में हमारा थोड़े समय हम लोग ध्यान करने जा रहे हैं. നമുക്ക് ഈ വിഷയങ്ങൾ അറിയാം. ये सारे बात हम लोग जानते हैं. നമുക്ക് രക്ഷ വളരെ സൗജന്യമാണെന്ന് നമുക്കറിയാം. हम जानते हैं कि हमारे लिए उद्धार जो है वो मुफ्त में मिलता है. എങ്കിലും നമ്മുടെ ദിനംതോറുമുള്ള ജീവിതത്തോടുള്ള ബന്ധത്തിൽ നമ്മുടെ പ്രതിഫലങ്ങളെ നഷ്ടമാക്കുന്ന ഒരു ജീവചര്യയാണ് നമ്മൾ നയിക്കുന്നതെങ്കിൽ അത് ദൈവഹൃദയത്തിന് പരിശുദ്ധാത്മാവിന് വളരെ ദുഃഖം ഉളവാക്കണം. हमारा हर एक रोज का जीवन में यदि अनंतता का लक्ष्य में जीवन नहीं बिताया, हम ऐसे टाइम पास किया है तो पवित्र आत्मा को बहुत दुख होता है, पवित्र परमेश्वर को भी बहुत दुख होता है. അപ്പോൾ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി സൗജന്യമാണെങ്കിലും അതിന്റെ പിന്നിൽ ക്രിസ്തുവിന് അല്ലെങ്കിൽ രക്ഷിതാവിന് ഒരു അത് സൗജന്യമല്ല, അത് വളരെയധികം വേദനാപൂർവമായ ഒരു കാര്യം നമുക്ക് വേണ്ടി ചെയ്തതുകൊണ്ടാണ് രക്ഷ സൗജന്യമാണ്. हम उदार मुफ्त में पाता है, हमको मुफ्त में मिला, इसका मतलब उसका कोई मूल्य नहीं. ऐसे नहीं, हमारे स्वर्गीय विधान है उसके लिए बहुत बड़ा दाम दे करके इतना बड़ा उदार को हमें मुफ्त में दे रहा है. इसलिए मतलब उदार बोलेगा तो वो बहुत मूल्यवान है. അപ്പോൾ രക്ഷിക്കപ്പെട്ടതിന് ശേഷം നമ്മുടെ ജീവിതം പാപം കൂടാതെ ജീവിക്കാനുള്ള ഒരു ക്രമീകരണത്തിലാണ് നമുക്ക് ദൈവാത്മാവിനെ തന്നിരിക്കുന്നത്. मतलब हम लोग उदार पाने के बाद में हमारी जिंदगी एक पावरहित जीवन बिताने के लिए प्रभु ने हमें पवित्र आत्मा को दिया है. നമ്മളെ കൊണ്ട് സാധിക്കത്തില്ല. हम खुद में अपनी सामर्थ्य में ऐसा एक पवित्र जीवन बिताना असंभव है. നമുക്കൊരു ആത്മജീവിതം നയിക്കാനാണ് ആത്മാവിനെ തന്നിരിക്കുന്നത്. ആത്മാവിനുള്ള ജീവിതം നയിക്കാൻ വേണ്ടിയാണ് കർത്താവായ യേശു ക്രിസ്തു ആത്മാവിനെ നമുക്ക് കിട്ടുവാനാണ് ക്രൂശിൽ നമ്മളെ ശുദ്ധീകരിപ്പാൻ തന്റെ ശരീരത്തെ യാഗമാക്കിയത്. मतलब हमें पवित्र आत्मा देने के लिए या मिलने के लिए प्रभु यीशु मसीह ने सूली पर अपने शरीर को बलिदान किया. അപ്പൊ ക്രിസ്തുവിന്റെ ശരീരയാഗത്താൽ നാം വിശുദ്ധരായി തീർന്നു. प्रभु यीशु मसीह की उस कालवरी सूली में अपने शरीर के बलिदान के द्वारा हम लोग पवित्र किया गया. അങ്ങനെ വിശുദ്ധരായി തീർന്നവർ इसी प्रकार पवित्र किया हुआ लोग സ്വർഗീയ പിതാവിന് മഹത്വമുള്ളവരായി തീരുന്ന ഒരു ജീവിതചര്യ ഈ ഭൂമിയിൽ ഉണ്ടാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. स्वर्गीय पिता को महिमा देने वाला एक जीवन उदार पाए हुए लोग जीना चाहिए, ये बात तो प्रभु चाहता है. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഇടയ്ക്കിടെ പാപങ്ങൾ വരും. परंतु हमारे जीवन में कभी कभी कुछ ना कुछ गलतियां हो जाता है. ചില പാപങ്ങൾ മനഃപൂർവ്വമാണ്, कुछ पाप हम जानबूझ कर करता है, ചില പാപങ്ങൾ നമ്മുടെ അറിവില്ലായ്മയിൽ നിന്ന് വരും. कुछ पाप अज्ञानता से होता है. നമ്മൾ ആത്മാവുമായി വളരുന്തോറും എന്താണ് പാപമെന്ന് കൂടുതൽ കൂടുതൽ ദൈവാത്മാവ് വെളിപ്പെടുത്തും. हम लोग जैसे आत्मीय जीवन में उन्नति पाएंगे उसके अनुसार पवित्र आत्मा हमें प्रकाशित करके देगा पाप क्या है. എന്നാൽ മനഃപൂർവ്വം പാപം ചെയ്യുന്നതിനെ കുറിച്ച് ആദ്യം നമുക്ക് അല്പം ഒന്ന് ചിന്തിക്കാം. हम लोग सबसे पहले जब हम जानबूझ कर जो करने वाला पाप है उसके बारे में थोड़ा विचार करें. നമുക്ക് സങ്കീർത്തനം 19 അധ്യായം 18 വാക്യങ്ങൾ നമ്മൾ ഒരു വാക്യം വായിക്കുന്നുണ്ട്. जब भजन संगीता 19 अध्याय का 13 वचन, भजन संगीता उसका 19 अध्याय का 13 वचन पढ़े. अपने दास को डिकाई के पापों से भी बचाए रख, वे मुझ पर प्रभुता करने न पाए, तब मैं सिद्ध हो जाऊंगा. ഞാൻ എങ്ങനെയാണ് ഒരു സിദ്ധി അല്ലെങ്കിൽ ഒരു വിശുദ്ധ ജീവൻ നയിക്കാൻ കഴിയുന്നത് എങ്ങനെയാണ്? मैं कैसा एक पवित्र जीवन बिता पाएगा उसका बारे में एक सवाल जैसा है. വിശുദ്ധിയിൽ തികഞ്ഞവനായി തീരുന്നത് എങ്ങനെയാണ്? मैं पवित्रता में सिद्धता कैसे प्राप्त करेगा? അതിന് ദൈവദാസൻ പറയുകയാണ്, यहाँ पर प्रभु का दास कहता है എന്നിൽ ഒരുപാട് സ്വമേധ പാപം, വോളണ്ടറി ഡെലിബറേറ്റ്ലി എന്റെ ജീവിതത്തിൽ പാപങ്ങൾ വരും. मेरे जीवन में ऐसा मन अनजाने मैं खुद में होकर के कई पाप मेरे जीवन में आ जाता है. അങ്ങനെ നമ്മൾ പാപത്തെ അനുവദിക്കുമ്പോൾ यदि हम पाप को पाप होने अनुमति देता है എന്താണ് ആത്മലോകത്ത് സംഭവിക്കും? तब हमारा आत्मीय दुनिया में क्या होता? ഒരുപക്ഷെ നമ്മൾ അത് രഹസ്യപാപങ്ങളായിരിക്കും. ഈ ഡെലിബറേറ്റ്ലി ചെയ്യുന്ന പല പാപങ്ങളും രഹസ്യപാപങ്ങളാണ്. शायद इसमें से कई पाप जो है वो हम गुप्त रीति में करता है, वो कोई ओपन नहीं करता, गुप्त रीति में करता है. മനുഷ്യരെ കാണുന്നില്ല. वो कोई भी मनुष्य नहीं देखता. എന്നാൽ രഹസ്യത്തിൽ അത് ചെയ്യുമ്പോൾ നമ്മളത് വരുമ്പോൾ परंतु जब गुप्त रीति में हमारे जीवन में ऐसे कुछ पाप हो जाता है നമുക്ക് ലഭിക്കാൻ പോകുന്ന വളരെ പ്രതിഫലങ്ങളെ വളരെ ഹാനികരമായി ബാധിക്കുക തന്നെയല്ല, ദൈവത്തിന്റെ അല്ലെങ്കിൽ പിതാവിന് മാനഹാനി ഉണ്ടാക്കുന്ന
ഒരു അവസ്ഥ സാത്താനും ഭൂതങ്ങളും ആത്മലോകം കാണുന്നു. मतलब हमारे जीवन में अनंतता में मिलने वाला प्रतिफल नष्ट होगा ही, पर उसे बढ़ करके स्वर्गीय पिता को उसकी जो नाम की निंदा का कारण वो बात बन जाता है. അത് നമ്മുടെ ജീവിതത്തിൽ വളരെ ആഴത്തിൽ മനസ്സിലാക്കും. ये बातों को हर एक पवित्र लोग बहुत गहराई में समझना चाहिए. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? ऐसा क्यों होता है? അങ്ങനെ സംഭവിക്കുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ സാത്താനുമായി ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുകയാണ്. यदि हम इसी प्रकार गुप्त भावों में अगर लग जाता है तो हम जाने अनजाने शैतान के साथ हम गुप्त रीति में एक संपर्क में आ जाता. നമ്മൾ ചിന്തിക്കുന്ന സാത്താൻ രക്ഷപ്പെട്ടു, हम लोगों को क्या लगता है हमारा उद्धार हो गया है तो हम शैतान से बच गया. പക്ഷെങ്കിൽ പിന്നെയും നമ്മൾ ആരുടെ ജോലിയാണ് ചെയ്യുന്നത്? परंतु इसके बावजूद भी गुप्त रीति में हम प्रभु के राह पर ना चलने के कारण हम किसके कार्य करता है? शैतान. അപ്പോൾ ഇവിടെ ദൈവദാസൻ പറയുകയാണ്, यहाँ पर प्रभु का दास कहता है ഞാൻ വോളണ്ടറി ചെയ്യുന്ന मैं जब जो जान बूझ कर जो करता है. രക്ഷ സൗജന്യമായോട് നമ്മൾ ചിന്തിക്കുന്നുണ്ടാ അത് പാപം ചെയ്താലും കുഴപ്പമില്ല, ആ കർത്താവ് ക്ഷമിച്ചോളും. हाँ, कई बार हमारा दिल में ऐसा विचार आ सकता है कि प्रभु ने इतना बड़ा उद्धार मुझे मुफ्त में दिया, यदि एक आधा कुछ गलती हो गया तो भी प्रभु माफ कर देंगे. നമ്മള് ഈ 20ാം നൂറ്റാണ്ടിന്റെ ആരംഭകാലത്തിൽ ആഫ്രിക്കയിൽ ഉണ്ടായ ഒരു ദൈവദാസൻ ഒരു ദൈവവൈദ്യൽ പാപം ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് ഒരു ചെറിയൊരു വിവരണം തരുന്നു. जब 20वीं शताब्दी में अफ्रीका में रहने वाला एक प्रभु का दास ने इस विषय के बारे में एक छोटा सा एक संदेश देता है. അദ്ദേഹം പരസ്യമായി ദൈവവുമായി നല്ല ബന്ധത്തിലാണ്. वो व्यक्ति प्रभु के साथ एकदम ओपन रीति में बहुत अच्छा संपर्क में है. എന്നാൽ परंतु രഹസ്യ പാപത്തിൽ താൻ ഏർപ്പെടുമ്പോൾ जब वो गुप्त भावों में वो व्यक्ति जब ले जाता था, താൻ അറിഞ്ഞോ അറിയാതെയോ താൻ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുകയാണ്. हाँ, वो व्यक्ति जाने अनजाने वो शैतान के साथ एक संपर्क में एक प्रकार का बोलेगा तो एक वाचा में आ जाता है. വിശ്വാസി അത് അറിയുന്നില്ല. परंतु बहुत बार विश्वासी इस बात को नहीं जानता. അവൻ എന്താ ചെയ്യുന്നറിയാമോ? वो क्या करता है शैतान? ഒരുപക്ഷെ ഒരു 5 മിനിറ്റ് പാവമായിരിക്കും അവൻ ചെയ്യുന്നത്. शायद हो सकता है वो 5 मिनट के लिए कुछ गलती होगा. പക്ഷെ അവൻ പറയുകയാണ് സാത്താനോട്, സാത്താനെ परंतु वो व्यक्ति ये 5 मिनट की पाप के द्वारा वो बोलता है कि ये शैतान, അദ്ദേഹം പറഞ്ഞ കാര്യം പറയാണ്. वो व्यक्ति ने कहा वो बात बोल रहा हूँ. അദ്ദേഹത്തിന് ദൈവാത്മാവ് വെളിപ്പെടുത്തിക്കൊണ്ടൊരു കാര്യം പറയാണ്. उनको प्रभु का आत्मा ने इस विषय में जो प्रकाशन दिया उसके बारे में अभी बोल रहा हूँ. സാത്താനെ, ये शैतान, ഈ നിത്യത മുഴുവനും എന്റെ സ്വന്തമായിരുന്നെങ്കിൽ, ये अनंतता पूरा यदि मेरा खुद का होता, ഞാൻ അത് മുഴുവനും നിന്റെ കാൽക്കൽ അർപ്പിച്ചിട്ട് अभी मैं वो सारे बात तेरे पास स्थान में रहकर ഈ 5 മിനിറ്റ് ये 5 मिनट നീയുമായി ഒരു ബന്ധത്തിൽ ഏർപ്പെടാൻ ആഗ്രഹിക്കുന്നു. मैं तेरे साथ ऐसा एक संपर्क में आने के लिए चाहता था. देखा, അതോ എനിക്ക് നിത്യതയില്ല, ഇപ്പൊ എനിക്ക് നിത്യതയില്ല. अभी जो अनंतता का बात मिला हुआ व्यक्ति बोलता है कि ये 5 मिनट का पाप में मिलने वाला इस खुशी के लिए मैं वो नित्यता का बात तेरी पादस्थान में समर्पण करने के लिए और तेरे संपर्क में आने के लिए मैं चाहता. എത്ര സീരിയസ് ആണത്? ये कितना भयंकर बात है, कितना भयंकर बात है. പിന്നെ അടുത്ത സ്റ്റെപ്പ് അദ്ദേഹം പിന്നെയും പറയാണ്, और वही प्रभुदास और उसका अगला कदम ये बात बताता है, ഈ സർവ ലോകത്തിലെ സമ്പത്തും എനിക്കായിരുന്നെങ്കിൽ यदि ये सारे दुनिया की संपत्ति अगर मेरी बन क्या है, ഞാൻ നിന്റെ കാൽക്കൽ സമർപ്പിക്കുമോ? मैं वो सारी संपत्ति तेरी पादस्थान में समर्पण कर सका. किस लिए? ये 5 मिनट की सूख के लिए. എന്നാൽ നിർഭാഗ്യവശാൽ परंतु ये अनजान से എനിക്ക് വലിയ സ്വത്തൊന്നുമില്ല, मेरा पास इतना कोई संपत्ति नहीं, ഈ ശരീരം परंतु ये शरीर എന്നെ തന്നെ मैं अपने आप को നിനക്ക് തരും. मैं तुझे देता हूँ. മൂന്നാമത് അദ്ദേഹം പറയാണ്, मतलब इसका एक तीसरा बाजू में वो बोलता है, ഈ സർവ പ്രപഞ്ചത്തിലെയും ആൾക്കാരെ എനിക്ക് ഭരിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, यदि सारी दुनिया के लोगों के ऊपर मैं अगर राज कर पाए, അവരെ മുഴുവനും ഞാൻ നിന്റെ കാൽക്കൽ കൊണ്ടുവരും. मैं उन सबको तेरी पादस्थान में लाता. പക്ഷെ നിർഭാഗ്യവശാൽ परंतु अच्छा हो गया, ऐसा कुछ बात नहीं हुआ. എനിക്ക് ആകപ്പാടെ ഞാൻ കൺട്രോൾ ചെയ്യുന്നത് എന്റെ ഭാര്യ, എന്റെ മക്കൾ, അല്ലെങ്കിൽ എന്റെ പേരക്കിടാങ്ങൾ, അത് അവരെ ഞാൻ എന്ത് ചെയ്യുന്നു, എന്നെ പോലെ ജീവിക്കാൻ അവരെയും നിന്റെ കാൽക്കൽ തരും. मतलब मैं अभी इतना लोगों के ऊपर राज करने के लिए मुझे मौका नहीं मिला, लेकिन मैं अपने पत्नी को, मेरी बच्चे को, मेरी संबंधी में आने वाले सबको मैं तेरी पादस्थान में अर्पण करता. നമ്മൾ അങ്ങനെ പറയുന്നില്ലായിരിക്കാം, हम लोग शायद इस रीति में नहीं कहता होगा, പക്ഷെ ചെയ്യുകയാണ്. परंतु हम जब थोड़ी समय के लिए जब पाप में गिर जाता है या पाप होता है, उस समय में हम शैतान के साथ यही वाचा बांधने वाला अनुभव आता. അപ്പൊ ദൈവത്തെ പരസ്യമായിട്ട് നമ്മളെ സേവിക്കുന്നെങ്കിലും हम लोग प्रभु को बहुत अच्छा रीति में ओपनली उसका सेवा करता है, രഹസ്യത്തിൽ परंतु गुप्त रीति में
പിന്നീട് അവൻ പറയുന്നത് അറിയാമോ? ഒരു- ഇതിൽ എന്താണ് സംഭവിക്കുന്നത് അറിയാമോ? तो क्या कहता है मालूम है? യേശുവിന്റെ ക്രൂശ് ഒരു പരാജയമാണ്. शैतान बोलता है यीशु की ഇവൻ പറയാണ്, ये व्यक्ति मतलब वो शैतान के द्वारा मिला हुआ उस प्रकाशन से बोलता है हाँ। यीशु की सूली जो है वो एक हर की बात है, നീയാണ് ജയിച്ചത്, क्योंकि शैतान तू ही विजय पाया, നിന്നോടൊപ്പം ഞാൻ നിൽക്കും, इसलिए मैं तेरे साथ रहेगा, രാജ്യവും മഹത്വവും മഹിമയും എല്ലാം നിനക്ക്. क्योंकि राज्य और महिमा सब कुछ मैं तेरे लिए। ഇങ്ങനൊരു സമർപ്പണം ഒരു വിശ്വാസി ചെയ്യുമ്പോൾ इस प्रकार का एक समर्पण आपको बेस मालूम हो गया। हाँ। 5 मिनट की बात करिए। हाँ। इस प्रकार का एक समर्पण एक विश्वास जब करता है, സ്വർഗം ദുഃഖിക്കുവാണോ സന്തോഷിക്കുകയാണോ? ऐसे समय में स्वर्ग आनंदित होगा या दुखी होगा? കാരണം ഒരു പാപി പാപം ചെയ്യുന്നത് ദൈവത്തിന് യാതൊരു വിധത്തിലും ഹാനികരമാകുന്നില്ല. കാരണം അവൻ പാപിയാണ്. एक पापी पाप करता है तो उसमें प्रभु को मतलब इतना दुख नहीं पहुंचता, क्योंकि वो पापी है, കാരണം നിങ്ങൾ സാത്താൻ എന്ന പിതാവിന് മക്കൾ, क्योंकि वो पाप जो करता है वो शैतान का संतान है അവന്റെ ഇഷ്ടം നിങ്ങൾ ചെയ്യും. और वो उसकी इच्छा पूरा करता है। എന്നാൽ വിശ്വാസി എന്ന് പേർപ്പെട്ട് ദൈവത്തെ അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന ഒരു വിശ്വാസി അത് ചെയ്യുമ്പോൾ സ്വന്തം മകനെയും കൊണ്ട് പിതാവിനെ അപമാനിക്കുവാൻ സാത്താൻ ചെയ്യുന്ന ഒരു കാര്യമാണെന്ന് അവൻ സീരിയസ് ആയിട്ട് മനസ്സിലായില്ലെങ്കിൽ ജീവിതാവസാനം വരെയും അവൻ ഇതിൽ തുടരും. परंतु एक उदार पायो व्यक्ति मैं उस स्वर्गीय पिता का बेटा है बेटी है ये बात का समझ रह करके अगर इस रीति में पाप से दूर नहीं रहेगा वो जिंदगी भर वो पाप का गुलाम होकर के पाप करते रहेगा। ആയതുകൊണ്ട് इसलिए ഇവൻ പാപം ചെയ്യുമ്പോൾ ചെയ്യുന്ന സമർപ്പണത്തിന് ഓപ്പോസിറ്റ് ആയിട്ട് ഇവൻ നല്ല രീതിയിൽ ഒരു സമർപ്പണം ചെയ്താൽ ഇവനെ സാത്താൻ കിട്ടില്ല. അതെങ്ങനെയാണെന്ന് അറിയാമോ? अगर वो पाप करने के लिए जो 5 मिनट के लिए वो अपने समर्पण किया था उसी जगह पर वो अच्छा बात के लिए अगर वो समर्पण किया है तो शैतान को उसको छूने का मौका नहीं मिलता। वो कैसे मालूम? അതാണ് നമ്മൾ ഇതിനെ ഓപ്പോസിറ്റ് പറഞ്ഞാൽ മതി. ये जो बात अभी तक विचार किया उसका विरुद्ध में हम सोचना। നമ്മളിലൊരു പാവം വന്നാൽ यदि हमारे जिन में कोई पाप आ गया അത് വെറുതെ ഒരു കൺഫെഷനോ കർത്താവേ ക്ഷമിക്കണേ എന്ന് പറയല്ല. हम सिर्फ सादा रीति में प्रभु मेरे से गलती हो गया इतना कहना काफी नहीं, വളരെ ഡീപ്പായിട്ട് ഹൃദയപൂർവമായിട്ട് കർത്താവിനോട് പറയണം. वो हम हृदय की गहराई से प्रभु के सामने वो बात को पछताव के साथ कबूल करना चाहिए। കർത്താവേ നീ എന്നെ വിലയ്ക്ക് വാങ്ങി, हे प्रभु आपने मुझको दाम दे करके मोल लिया, ഞാൻ നിന്റെ സ്വന്തമാണ്. मैं आपका खुद का है प्रभु, ഈ നിത്യത മുഴുവൻ എനിക്ക് സ്വന്തമായിട്ടുണ്ടെങ്കിലും और ये आनंददा पूरा मेरा होते हुए നിർഭാഗ്യവശാൽ എനിക്കില്ല. अभी फिलहाल मेरा नहीं है, എന്നാൽ ഇപ്പൊ എനിക്ക് 5 മിനിറ്റ് ഉണ്ട്. परंतु अभी मेरे लिए 5 मिनट है। ഇതാ ഞാൻ ഈ 5 മിനിറ്റ് നിനക്ക് തരും. ये जिंदगी का ये जो 5 मिनट है वो मैं तेरे लिए देता हूँ। ആര് കേൾക്കണം? ये कौन सुनना चाहिए? इस समर्पण को कौन सुनना चाहिए? സാത്താൻ കേൾക്കണം. मानो प्रभु को समर्पण करते हुए ആ. आपको चाहने वाला शैतान ये बात को सुनना। നമ്മൾ വേറൊരു വ്യക്തിയുടെ യജമാനന്റെ ആണെന്നും നാം വേർപെട്ടവരാണെന്നും നമുക്കൊരു സാക്ഷ്യമുണ്ടെന്ന് സാത്താൻ അറിയണം. मतलब हमारे जीवन में मैं मतलब शैतान का नहीं मैं एक और स्वामी का है ये बात हमारे मुंह से निकलने वाले शब्दों से शैतान जानना चाहिए। നമ്മൾ 5 മിനിറ്റ് കൊടുത്താൽ यदि हम 5 मिनट इस रीति में अगर दे ദൈവാത്മാവിന്റെ ഒരു പ്രസരണം നമ്മുടെ ഹൃദയത്തിലേക്ക് വ്യാപിക്കും. उस समय में पवित्र आत्मा का बड़ा एक सामर्थ्य का कार्य हमारे जीवन में होगा। അപ്പോൾ നമ്മുടെ സമർപ്പണത്തിന് അല്പം കൂടെ ആഴം കൂടും. उस समय में हमारा समर्पण और भी गहरा हो जाएगा। അപ്പൊ നമ്മൾ എന്താ പറയുന്നത്? उस समय में हम क्या बोलेंगे? ദൈവമേ, हे प्रभु, കർത്താവേ, हे प्रभु ഈ സർവ്വലോകത്തിലെ സ്വത്ത് എനിക്ക് ഉണ്ടായിരുന്നെങ്കിൽ यदि ये सारा दुनिया अधिक मेरा बन जाए അതെല്ലാം നിനക്ക് വേണ്ടി ഞാൻ തരും. കാരണം നീ എന്നെ वो सब അത്രയ്ക്ക് कुछ मैं സ്നേഹിച്ചു. तेरे लिए देता क्योंकि आपने उतना बढ़कर सूर्य पर मुझे प्यार किया, നിർഭാഗ്യവശാൽ परंतु അതെനിക്കില്ല. वो मेरे पास नहीं है। എനിക്കുള്ളത് ഈ ശരീരമാണ്. परंतु आज मेरे पास सिर्फ मेरे ये शरीर है। ധാരാളം പ്രാവശ്യം നിന്നെ നിന്ദിച്ച നിന്നെ അപമാനിക്കാൻ ഉപയോഗിച്ച ഈ ശരീരം कई बार आपका निंदा करने के लिए आपका अपमान करने के लिए इस्तेमाल किया हुआ ये शरीर സമ്പൂർണമായി अभी संपूर्ण रीति में നീതിയുടെ അടിമയായി उस धार्मिकता का गुलाम होकर के നിന്റെ കാൽക്കൽ സമർപ്പിക്കും. तेरी पादस्थान में समर्पण करता हूँ। എത്ര ശ്രേഷ്ഠമാണെന്ന് അറിയാമോ? ये कितना अनोखा बात है, कितना महत्वपूर्ण बात है आपको मालूम? ആ മൂന്നാം സ്റ്റെപ്പിലേക്ക് വരുമ്പോൾ उस तीसरी कदम में जब आता है ഈ സർവ്വജനങ്ങളെയും കൺട്രോൾ ചെയ്യാൻ എനിക്ക് കഴിയുമായിരുന്നു കർത്താവേ. ये सारी दुनिया के सारे लोगों को यदि मैं उस पर राज कर पाएगा तो हे प्रभु അവരെല്ലാം നിന്റെ കയ്യിൽ കൊണ്ടുവരും. मैं उन सबको
सबको तेरी उपस्थिति में तेरी चरणों में लाता हूं। പക്ഷേ അവരാരും എനിക്ക് കൺട്രോൾ ചെയ്യാനില്ല. परंतु वो लोग मेरी उस कंट्रोल में नहीं। ഇപ്പൊ എന്റെ കൺട്രോളുള്ള ആരാണ്? अभी मेरे कंट्रोल में कौन है? എന്റെ ഭാര്യ, मेरा पत्नी, എന്റെ മക്കൾ, मेरा बच्चा, അല്ലെങ്കിൽ എന്റെ പേരക്കിടാക്കൾ. मेरा पोता। അവർ ഈ സമർപ്പണം അറിയേണ്ടതിന് वे लोग ये समर्पण को जानने के लिए ഞാൻ അവരെയും നിന്റെ അടുത്ത് കൊണ്ടു. मैं उनको भी आपके पास लाऊं। കർത്താവേ, हे प्रभु, ക്രൂശ് എപ്പോഴും സാത്താനെ പരാജയപ്പെടുത്തുക. क्रूस हमेशा शैतान को हराता है, ക്രൂശ് ഒരു ജയം തന്നെയാണ്. क्योंकि क्रूस एक विजय है, നിന്റെ ജയം എന്റെ ജയമാണ്. क्योंकि आपकी विजय मेरा विजय है। ഈ സമർപ്പണം ആത്മാർത്ഥമായി ചെയ്താൽ यदि ये समर्पण आप सचमुच में अगर करता, സ്വർഗത്തിലെ ദൈവം स्वर्ग के परमेश्वर ശത്രുവിന്റെ വായ അടപ്പിച്ച് അവനെ ലജ്ജിപ്പിക്കുവാൻ ഉപയോഗിക്കുന്ന സന്ദർഭമാണ്. अभी शैतान का मुंह बंद कराएंगे और उसको ऐसा मरा हराएंगे, लज्जित कराएंगे कि वो है जब आपका बोलने वाला वक्त। ആ വ്യക്തിയുടെ പ്രതിഫലം എത്രയെന്നറിയാം? वो ऐसा कहने वाला व्यक्ति का स्वर्ग में प्रतिफल कितना बड़ा रहेगा मालूम? തന്നെ ഇവിടെ പറയാണ്, എന്നെ അകറ്റി സ്വമേധ എന്നെ അകറ്റിയാൽ ഞാൻ ആരായിത്തീരും? ओ यहाँ पर भजन संगीतकार कहता है कि यदि इन बातों से मुझे दूर करे तो मैं कौन बनेगा? അപ്പൊ എന്റെ മേൽ വാഴരുത്. मेरे ऊपर वो राज ना करे। എന്നാൽ परंतु ഞാൻ ആരാണ്? मैं कौन है? നിഷ്കളങ്കനാണ്, मैं निष्कलंक हूँ, മഹാപാതകരഹിതനാണ്. मैं उस महापाप से मैं छुटकारा पाया हूँ। എത്ര ശ്രേഷ്ഠമായിട്ടുള്ള അനുഭവമാണ്. ये कितना अनोखा अनुभव हमारा है। ഇങ്ങനൊരു സമർപ്പണമില്ല എങ്കിൽ, और इस रीति का एक समर्पण नहीं है तो രക്ഷ സൗജന്യമാണെന്ന് നമ്മൾ എപ്പോഴും പറയുന്നതിൽ വലിയ അർത്ഥമില്ല. उदार मुक्त में है करके हम कहता है, लेकिन उसका बहुत बड़ा गौरव नहीं है। കർത്താവ് ശമരിയ സ്ത്രീയോട് പറയുന്നത് എന്താണ്? प्रभु ने जो समरिया स्त्री से क्या कहा? ഞാൻ ദൈവത്തിന്റെ ദാനമാണ്. मतलब നീ ഇത് അറിയുന്നുവെങ്കിൽ ഞാൻ ദൈവത്തിന്റെ ദാനവും मैं प्रभु का दान, ये बात यदि तू जानता, നീ എന്നോട് ചോദിച്ചാൽ तू मुझसे मांगता, ഞാൻ എന്ത് തരും? मैं तुझे क्या देता? ജീവജലം സൗജന്യമായി തരും. जीवन का जल मैं मुफ्त में तुझे देता। എന്താണ് ഈ ജീവജലം? क्या है जीवन का സൗജന്യമായി जल? തരുന്നത് എന്താണ്? ये मुफ्त में मिलने वाला वो जीवन जल क्या है? ആത്മാവിനെയാണ്. ये पवित्र आत्मा को है। അപ്പൊ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരം प्रभु यीशु मसीह के शरीर കാൽവരി ക്രൂശിൽ യാഗമർപ്പിച്ചപ്പോൾ जब कालवरी सूली में जब बलिदान हुआ, നമ്മളെ കർത്താവ് കഴുകി ശുദ്ധീകരിച്ച് നിത്യജീവന് നിത്യാത്മാവിനെ പ്രാപിക്കാനുള്ള ഒരു ശുദ്ധ പാത്രമായി തീർന്നു. हमें प्रभु ने धो करके शुद्ध करके प्रभु की आत्मा प्राप्त करने लायक एक पवित्र बर्तन बनाया। അതാണ് നമ്മൾ അവരെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവരും ദൈവമകനായി തീർന്നു. ദൈവം സ്വർഗം കൽപ്പിക്കാണ്, നീ എന്റെ മകനാണ്. इसलिए जिन्होंने भी उनको विश्वास किया और ग्रहण किया, उनको सबको परमेश्वर ने अपना संतान होने का अधिकार दिया, क्योंकि उस दिन से हम प्रभु का संतान है। പിന്നെ നമ്മൾ എങ്ങനെയാണ് ദൈവത്തെയും സഹജീവികളെയും സ്നേഹിക്കാൻ നിലയിൽ ദൈവത്തിന്റെ സ്നേഹം നമ്മളിൽ പകർന്ന പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് പകർന്നിരിക്കുന്നു. इस रीति में प्रभु ने क्या किया? हमारे अंदर प्रभु ने अपने आत्मा के द्वारा अपना प्रेम उंडेला, ताकि हम प्रभु को और प्रभु ने दिया वो भाई बहन को उसी प्रेम से प्रेम कर पाए। അങ്ങനെയുള്ള വ്യക്തിയെ കുറിച്ചാണ് ദൈവം പറയുന്നത്. 1 യോഹന്നാൻ 5-11 പറയുന്നത്, वो ऐसा व्यक्तियों के बारे में पहला यूहन्ना 5 अध्याय का 11 वचन में कहता है, ദൈവം എന്താണ് ടെസ്റ്റിമണി പറയുകയാണ്. प्रभु वहां पर एक गवाही देता है, എന്റെ മകനെ ആരെങ്കിലും ഈ അർത്ഥത്തിൽ സ്വീകരിച്ചാൽ അവന് നിത്യജീവൻ ഉണ്ട് എന്നുള്ളത് ദൈവത്തിന്റെ സാക്ഷ്യമാണ്. मतलब मेरे बेटे को या प्रभु यीशु मसीह पर जो भी विश्वास करेगा उन्हें अनंत जीवन है, वो प्रभु देता है। ये प्रभु का गवाही है। അപ്പൊ ദൈവഹൃദയത്തിലെ ആഗ്രഹം എന്താണ്? परमेश्वर की दिल की बड़ी इच्छा क्या है? നമുക്ക് 2 തിമോത്തി 1:9 ഒന്ന് വായിക്കാം. दूसरा तिमोथी 1 अध्याय का 9 वचन पढ़ेंगे। दूसरा तिमोथी 1 अध्याय का 9 वचन। जिसने हमारा उद्धार किया और पवित्र बुलाहट से बुलाया, और यह हमारे कामों के अनुसार नहीं, पर उसके उद्देश्य और उस अनुग्रह के अनुसार है जो मसीह यीशु में सनातन से हम पर हुआ है। നോക്കുക, വിശുദ്ധ വിളി കൊണ്ട് വിളിച്ചു. मतलब पवित्र बुलाहट से बुलाया। ഇതിനെ വിശുദ്ധ വിളി കൊണ്ട് വിളിച്ചത് प्रभु ने इसलिए इस पवित्र बुलाहट से बुलाया, അശുദ്ധ ജീവൻ നയിക്കാനാണോ? अपनी मनमानी का जीवन, पाप के जीवन बिताने के लिए क्या? അപ്പൊ സൗജന്യമായി ദൈവം നമ്മളെ വിളിച്ചപ്പോൾ जब मुक्त में प्रभु ने हमें इतना पवित्र बुलाहट से बुलाया, അത് നമ്മളോടുള്ള ബന്ധത്തിൽ സൗജന്യമാണ്. ये हमारे लिए एक प्रकार देखेगा तो मुक्त की बुलाहट है। എന്നാൽ ദൈവത്തെ സംബന്ധിച്ചോളം അത് ഹോളിയാണ്. ദൈവത്തിന്റെ അതേ ഹോളിനെസ് ആണ്. ആ ഹോളിനെസ്സിലേക്കാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. परंतु प्रभु के संबंध में देखेगा तो प्रभु के उस पवित्रता की ओर प्रभु ने हमें पवित्र बुलाहट से बुलाया।
അപ്പോൾ ഇന്ന് നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമ്മൾ മരിച്ചു കഴിഞ്ഞിട്ട് ഈ രക്ഷ സൗജന്യമല്ല. यदि हम जीते जीते ये उद्धार मुक्त में है, परंतु मरने के बाद में ये उद्धार मुक्त में नहीं मिलता. അതാണ് യോഹന്നാന്റെ സുവിശേഷം 11-26 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. जब यूहन्ना का सुसमाचार 11 अध्याय का 26 वचन में पढ़ता है, यूहन्ना 11:26, जो कोई जीवित है और मुझ पर विश्वास करता है वह अनंत काल तक न मरेगा. ജീവിച്ചിരുന്ന് जो भी जीवित रह करके എന്നിൽ വിശ്വസിക്കുന്നവന് മരണമില്ല. मुझमें विश्वास करने वालों को मृत्यु नहीं. Praise the Lord. ഒരു യഥാർത്ഥ വിശ്വാസി മരിക്കുന്നില്ല. एक सच्चा विश्वासी कभी मरता नहीं, കാരണം അവൻ പ്രാപിച്ചിരിക്കുന്നത് ദൈവത്തിന്റെ അതേ ജീവനാണ്. उसने जो पाया वो प्रभु का सेम वही जीवन है. ഇനി ഈ വിശ്വാസിക്ക് ഈ രക്ഷ തന്നെ ഒരു റിവാർഡാണ്. जो ये विश्वासी के लिए ये उद्धार बोलेगा तो उनके लिए एक बड़ा तोहफा है. അപ്പൊ ആ രക്ഷയെ उस उद्धार को ഒരു വളരെ സമർപ്പണത്തോടുകൂടെ ദിനംതോറും പവിത്രമായി ക്രിസ്തുയേശുവിനെ ഉള്ളിൽ സ്വീകരിച്ച് ദൈവാത്മാവിൽ ജീവിക്കുന്ന വ്യക്തിയെ പ്രത്യേക രീതിയിൽ മാനിപ്പാൻ ദൈവം ആഗ്രഹിക്കുന്നു. देखिए, आपने उद्धार पाया, इस उद्धार को हर रोज में उस उद्धार पाया इस अनुभव को याद करते हुए प्रभु को सम्मान करने वाले व्यक्ति को प्रभु एक विशेष प्रकार महिमा देख करके इस्तेमाल करना चाहता है. അത് നമുക്കുണ്ട്. ये बात हमारे लिए है. അതുകൊണ്ടാണ് നിന്റെ കിരീടം ആരും എടുത്തുകൊണ്ട് പോകാതിരിക്കാൻ സ്വയം നമുക്കുണ്ട്. പക്ഷെങ്കിൽ നാം ഒരു നല്ല ജീവിതം നയിച്ചില്ല എങ്കിൽ നമുക്കത് നഷ്ടപ്പെടുത്താൻ കഴിയും. इसलिए प्रभु का वचन कहता है कि तेरा मुकुट कोई छीन ना ले जाए. हमारे लिए मुकुट है, परंतु यदि हम इस रीति में विजय पवित्र जीवन ना बिताए तो कोई छीनने का खतरा भी है. ഈ മുകുട് എന്ന് പറയുമ്പോൾ നമുക്ക് അത് എന്താന്ന് കണ്ടിട്ടില്ല. ये मुकुट जो कहता है वो क्या है, हमने आंखों से देखा नहीं. ഒരുപക്ഷെ രാജാക്കന്മാർ വെച്ചിരിക്കുന്ന കിരീടമാണോ? शायद हो सकता है कि जो हम राजाओं की सिर पर जो देखता है मुकुट हो, ഒരുപക്ഷെ അങ്ങനെ ആയിരിക്കാം. ऐसा भी हो सकता है. പക്ഷെ അതിന്റേതായിരിക്കുന്ന മഹത്വം നമ്മൾ ഉദ്ദേശിക്കുന്ന അപ്പുറത്താണ്. परंतु हम जो विचार करते हैं उससे भी बढ़कर वो मुकुट का मतलब अर्थ है. അപ്പോൾ അന്നത്തെ മാരത്തോൺ ഓട്ടവും ഒളിമ്പിക്സ് ഒക്കെയും വെച്ചുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് 1 കൊരിന്ത്യർ 9:25 വാക്യത്തിൽ വായിക്കുന്നത്, ഈ ലോകത്തിലുള്ള മനുഷ്യൻ വാടുന്ന കിരീടം പ്രാപിക്കുന്നുവെങ്കിൽ अभी उस समय का हर एक प्रकार का जो भी दौड़ रहता था, वे लोग किसके लिए ये दौड़ता था? वे लोग मुरझाने वाला मुकुट के लिए दौड़ता था, और जो हमारे लिए ना मुरझाने वाला का मुकुट प्रभु ने तैयार किया. വാടുന്ന കിരീടം പ്രാപിക്കുന്നവർ തന്നെ അവർ പ്രത്യേകമായി ഒളിമ്പിക്സിലൊക്കെ പങ്കെടുക്കുന്നവർ ചില ആഹാരങ്ങൾ വെറുക്കുന്നു, ശരിക്ക് വ്യായാമം ചെയ്യുന്നു, അവരുടെ ശരീരത്തെ പ്രത്യേകം എക്സസൈസ് ചെയ്യുന്നു, അവർ ചില നിലയിലുള്ള ട്രെയിനിങ്ങിൽ പോകുന്നുണ്ട്. अभी आपको मालूम है, इस मुरझाने वाला मुकुट पाने के लिए यत्न करने वाले लोग, उनको कई प्रकार का मानव बातों को दूर करना पड़ता, कई प्रकार का भोजन को दूर करना पड़ता, कई प्रकार का उनके आराम को दूर करना पड़ता. मतलब कई बातों में उन लोग बड़े परिश्रम करता है. അവർക്കൊരു കോച്ചുണ്ട്, ഒരു ലീഡറുണ്ട്. उनका एक अच्छा ट्रेनिंग देने वाला एक मतलब ट्रेनिंग देने वाला है. അദ്ദേഹം പറയുന്ന ഡയറ്റ് മാത്രമേ ഇവർ കഴിക്കാൻ പാടുള്ളൂ. वो जो उनको आदेश देगा उसी प्रकार का खाना वो खाएगा. ഇഷ്ടംപോലെ കഴിക്കാൻ പറ്റില്ല. वो अपनी मनमानी में कुछ नहीं कर सकता. അവരുടെ ഉറക്കം, और उनका निद्रा, അവരുടെ ലൈഫ് സ്റ്റൈൽ മുഴുവനും കൺട്രോൾ ചെയ്യുന്നത് ഈ കോച്ചാണ്. ये जो उनका जो भी जिंदगी का हर एक बातों को ये कोच मानो उसको कंट्रोल करता है. അപ്പോൾ ഇത്രയും ഡിസിപ്ലിൻ എല്ലാം ചെയ്ത് ഓടി ജയിച്ചാലും കിട്ടുന്ന എന്താണ്? अभी इतना परिश्रम करके ये सारे तकलीफ उड़ा करके करने के बाद भी मिलने वाला बात क्या? मुरझाने वाला मुकुट. എന്നാൽ അപ്പം പൗലോസ് നമ്മൾ താരതമ്യപ്പെടുത്തി പറയുകയാണ്, अरे तो पौलुस यहाँ पर हमें जो मिलने जा रहा है उसके साथ तुलना करके बताता है, നാമോ हम लोग जो है, എന്ന് പറഞ്ഞാൽ നാം എന്ന് പറയുമ്പോൾ ആരാണ്? हम जो है वो कौन है? जो उधार पाए हुए लोग. ഉദാരപ്പായവർ മാത്രമല്ല, सिर्फ उधार पाए हुए लोग ही नहीं, സ്വമേധ പാപങ്ങളിൽ നിന്നും हर एक जो स्वयं होने वाला पाप से, എങ്കിലേ നമുക്ക് ഈ നിലയിൽ ഓടാൻ കഴിയുള്ളൂ. अगर इस प्रकार हर प्रकार का पाप और बुराई से दूर रह करके जीवन नहीं बिताएगा तो हम ऐसे एक दौड़ नहीं पाएगा. നമ്മള് എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൽ എന്താ അവിടെ? ജീവിത ഭാരവും മുറുകെ പറ്റുന്ന പാവവും വെച്ചുകൊണ്ട് ഓടാൻ പറ്റില്ല. जब इब्रानियों के पत्र के 12 अध्याय का 12 वचन में हम देखते हैं कि जो हमें जो मजबूत पकड़ने के लिए आने वाला उन पापों को त्यज करके दौड़ना, नहीं तो हम ऐसे दौड़ नहीं पाएगा. അപ്പോൾ എന്താണ് ജീവിതഭാരം? तो इसका मतलब जिंदगी में होने वाला वो भार क्या है? നമ്മളിൽ എന്തോ ഒരു ഡെലിബറേറ്റ്ലി എപ്പോഴും ചെയ്യുന്ന ഒരു പാപം വിട്ടുമാറാതിരിക്കുന്നത് കൊണ്ടാണ് ജീവിതം ഭാരമാകുന്നത്. കാരണം അകൃത്യഭാരം ചുമക്കുന്നവന്റെ വഴി വളഞ്ഞു തന്നെ ഇരിക്കും. क्योंकि हमारे जीवन में कुछ ऐसा भाव रहता है कि वो हमसे जुड़ करके दूर होता ही नहीं. उस प्रकार के भाव में जाने वाला व्यक्ति हमेशा एक दबा हुआ हालत में रहेगा.
അപ്പോൾ രക്ഷ സൗജന്യമാണ്, उधार मुफ्त में है, പക്ഷേ വാടാത്ത കിരീടം, परंतु जो ना मुरझाने वाला मुकुट 1 Corinthians 9:20 വാടാത്ത കിരീടമാണ് നമ്മൾ പ്രാപിക്കാൻ പോകുന്നത്. जब पहला कुरिन्थी 9 अध्याय का 24 वचन में हम देखते हैं कि हम उस ना मुरझाने वाला मुकुट के लिए दौड़ रहे हैं. അവിടെ എന്തെല്ലാം വേണം? वहाँ पर क्या क्या चाहिए? സെൽഫ് കൺട്രോൾ വേണം, वो हमें अपने आप को संभालना, പാപത്തിൽ നിന്ന് വേർപെടണം, पाप से दूर रहना, നമ്മളെ ഹോളിനെസ് ഉണ്ടായിരിക്കണം. हमारे एक पवित्र जीवन रहना. ഇങ്ങനെ ദൈവാത്മാവിനാൽ നിയന്ത്രിതമായി കൺട്രോൾ ചെയ്യുന്ന ഒരു വ്യക്തിക്കാണ് ആ കിരീടം വെച്ചിരിക്കുന്നത്. इस रीति में पवित्र आत्मा के द्वारा चलाए जाने वाला व्यक्ति के लिए उस मुकुट रखा है. അപ്പോൾ എന്തുകൊണ്ടാണ് അവൻ അങ്ങനെ ജീവിക്കാത്തത്? ऐसा क्यों नहीं वो जी पा रहा है? അവന്റെ രക്ഷയെക്കുറിച്ചുള്ള, അത് സമ്പാദിച്ച വിധത്തെക്കുറിച്ചുള്ള, ആ വ്യക്തിയെക്കുറിച്ചുള്ള അജ്ഞാനക്കുറവാണ്, അല്ലെങ്കിൽ അവരുള്ള ഭക്തി കുറവാണ്. उसको मिला हुआ उस उदार देने के लिए उदारकर्ता ने कितना बड़ा कार्य किया, उनके लिए कितना बड़ा नष्ट कष्ट सका, उसके बारे में उसका ज्ञान कम है, इसलिए उस प्रकार का जीवन मिला. ഈ വാടാത്ത കിരീടം ദൈവദാസന്മാർക്ക് മാത്രമല്ല വെച്ചിരിക്കുന്നത്, എല്ലാ വിശ്വാസിക്കും. ये नाम उड़ाने वाला मुकुट एक सिर्फ प्रमुख दासों के लिए नहीं, सारे विश्वासियों के लिए रखा है. ആരങ്ങനെ ജീവിക്കുന്നോ, അല്ലെങ്കിൽ ക്രിസ്തുവിനെ അത്താൽ അങ്ങനെ അനുഭവിക്കുന്നോ, जो भी व्यक्ति उस प्रकार जैसा एक सच्चा पवित्र जीवन बिताते है, उन सबके लिए അപ്പോൾ വാടാത്ത കിരീടം. जो नाम उड़ाने वाला मुकुट. എങ്ങനെയാണ് നമുക്ക് വാടാത്ത കിരീടം കിട്ടുന്നത്? कैसा में नाम उड़ाने वाला मुकुट मिलेगा? ക്രിസ്തുവുമായിട്ടുള്ള അഭേദ്യ ബന്ധത്തിൽ, ആത്മാവിലുള്ള ജീവിതം. प्रभु यीशु मसीह के साथ एक अटूट संबंध रह करके आत्मा में भर करके जीवन बिताने वाला व्यक्तियों को. നമ്മളിൽ കുറവ് വരാം, हमारे भी कमियां आ सकता है. നമ്മളെ സിൻലെസ് പെർഫെക്ഷൻ എന്ന രീതിയിലല്ല നമ്മൾ സംസാരിക്കുന്നത്. हम लोग कभी भी मुझसे कोई पाप होता ही नहीं, ऐसा अवस्था में हम बातें नहीं कर रहा है. എന്നാൽ ഉടനെ തന്നെ परंतु जो भी कुछ गिरती होता है तो तुरंत നമ്മൾ ഏറ്റുപറഞ്ഞ് हम उन पापों को कबूल करके നമ്മളെ വീണ്ടും ആഴത്തിൽ സമർപ്പിക്കുമ്പോൾ और भी हम गहराई में अपने आप को जब समर्पण करता है, വളരെ സ്വാതന്ത്ര്യത്തിൽ നമുക്ക് ജീവിക്കാൻ കഴിയും. बहुत आजादी में हम प्रभु के साथ जी सकते നമ്മൾ हैं. 1 Thessaloniki 2:19 വായിക്കുകയാണ്. जब पहला थिस्सलुनीके दूसरा अध्याय का 19 वचन में पढ़ता है, അവിടെ പ്രശംസയുടെ അല്ലെങ്കിൽ റിജോയ്സിംഗ് ആയിട്ടുള്ള, എപ്പോഴും റിജോയ്സ് ചെയ്യാൻ കഴിയുന്ന ഒരു കിരീടമാണ്. पहला थिस्सलुनीके दूसरा अध्याय का 19 वचन में हम देखते हैं कि हम हमेशा आनंद रहने वाला एक मुकुट के बारे में वहां पर हम देखता है. ഇത് പക്ഷേ മിക്കവാറും ദൈവദാസന്മാരൊക്കെ അടിച്ചോണ്ട് പോകും. ये सब अधिकतर प्रभु का दास लोग इस बात को जीतेगा. ആർക്കും സമ്പാദിക്കാം, ये कोई भी जीत सकता है, ഇത് ആത്മാക്കളെ നേടുന്നവർക്കുള്ള സന്തോഷമാണ്. क्योंकि ये आत्माओं को जीतने वालों को मिलने वाला मुकुट है. ആത്മാക്കളെ നേടുന്നവർക്കുള്ള കിരീടമാണിത്. ये आत्माओं को जीतने वालों के लिए मिलने वाला मुकुट है. ക്രൗൺ ഓഫ് റിജോയ്സിംഗ്. ये बहुत बड़ा आनंद के मुकुट है. നമ്മള് ഇത്ര സ്പീഡിൽ പോവുകയാണ്. हम थोड़ा सा तेजी में जा रहे हैं. 2 തീമോഥെയോസ് 4:8 വാക്യം, दूसरे तीमुथियुस 4 का 8 वचन में ഒരു വേലയും ചെയ്യാതെ വീട്ടിലിരുന്ന് സൗജന്യമായി നമുക്ക് നേടാൻ പറ്റിയ ഒരു കിരീടമാണ്. अभी कोई भी काम ना करते हुए घर में रह करके आराम से जीत पाता है, ऐसे एक मुकुट ही है. വീട്ടമ്മമാർക്കൊക്കെ വളരെയധികം നേടാൻ പറ്റിയൊരു കാര്യമാണ്. अभी ये घर में रहने वाला हमारा लेडीज लोगों को भी जीत पा सकता है. എന്താണ് അതിന്റെ ഏക യോഗ്യത? എന്താണ്? उसका योग्यता क्या है? കർത്താവിന്റെ വരവിനെ അക്ഷയമായി സ്നേഹിക്കുക. പ്രൈസ് ദി ലോർഡ്. मतलब प्रभु के आगमन को बिल्कुल एकदम थोड़ा भी कमजोरी बिना उसको पाने के लिए एक इच्छा भी है. അങ്ങനെ ഇരുന്ന ഒരു പാവം വരുമോ? क्या ऐसा रहने वाले लोगों में पाप आएंगे? ഇല്ല. കാരണം യജമാനൻ വരാൻ താമസിക്കുന്നു എന്ന് ചിന്തിക്കുന്നത് കൊണ്ടാണ് അവൻ ദാസദാസന്മാരെ അടിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്യാൻ തുടങ്ങുന്നത്. जब स्वामी आने में देर लगे करके जिसको लगता है वही अपनी दासों के साथ गलत व्यवहार कर सकता है. അപ്പൊ കർത്താവിന്റെ വരവിനെ കുറിച്ച് നമുക്ക് ഒരു തിടുക്കമില്ലാതിരിക്കുമ്പോൾ, यदि प्रभु की आगमन के बारे में प्रभु जल्दी आएगा ऐसा विश्वास यदि नहीं है तो നമ്മള് വളരെ ലൂസ് ലൈഫ് നയിക്കും. उस समय में हम बहुत ढीला जीवन बिता सकता है. കുറച്ചു നാളോട് കൊണ്ടുവരാൻ अभी भी और भी बहुत दिन बाकी है. അല്പം കഴിഞ്ഞേ വരികയുള്ളൂ. और कुछ दिन के बाद आएंगे. എന്നാൽ അന്നത്തെ കാലത്ത് വിശുദ്ധന്മാരെല്ലാം, വിശ്വാസികളെല്ലാം കർത്താവ് ഇന്ന് വരും എന്ന പ്രതീക്ഷ ജീവിച്ചത് കൊണ്ട് അവർക്ക് ദൈവം കൊടുക്കുന്ന വളരെ അനുഗ്രഹിക്കപ്പെട്ട കിരീടമാണ് നീതിയുടെ കിരീടം. उन दिनों में या पहले शताब्दियों में पवित्र लोग ये आशा करता था आज प्रभु आएंगे. उन लोगों को मिलने वाला ये मुकुट है. അതെങ്ങനെയുള്ളത് കിരീടമാണ്? वो कैसा मुकुट है? നീതിയുടെ കിരീടം. वो धार्मिकता का मुकुट.
നമ്മുടെ ജീവിതത്തിൽ പല ഘട്ടങ്ങളും ഒക്കെ കർത്താവിന്റെ കൂടെ ജീവിക്കും, പല ഘട്ടങ്ങളും നമ്മൾ വരും. हम प्रभु के साथ जब जिएंगे तो कई प्रकार का कष्ट हमारे जीवन में आएंगे. ഭക്തിയോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്കെല്ലാം കഷ്ടത വരും. जो सुभक्ति की जीवन बिताना चाहता है उन्हें कष्ट आएगा. അങ്ങനെയല്ല, നമ്മള് വിത്ത് വിതയ്ക്കുന്ന ഭൂമിയിൽ കർത്താവ് തന്നെ പറയുന്നുണ്ട്. ചിലരാണെങ്കിൽ അവരുടെ ഹൃദയം വിത്ത് മുള്ളിനിടയിൽ വീണു. കാരണം അല്പം കഷ്ടം വരുമ്പോൾ, വചന നിമിത്തം കഷ്ടം വരുമ്പോൾ അത് അവരിട്ടിട്ട് പോകും. बीज बोने वालों का दृष्टांत में प्रभु ने कहा कि जब बीज कुछ बीज उस कांटेदार झाड़ के बीच में जब गिरा, जो वहां पर कष्ट आ गया, दबाव आ गया, तो वहां पर वो फलदायक नहीं बनता. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഓരോ ഘട്ടങ്ങളും परंतु हमारे जीवन में आने वाला हर एक कष्ट സന്തോഷത്തോടെ, वो आनंद के साथ, ആത്മാവിന്റെ സഹായത്തോടെ आत्मा की सहायता से അത് നമ്മൾ ഏറ്റെടുത്ത് यदि हम उन बातों को स्वीकार कर അതിലൂടെ നടത്തിയ ദൈവത്തിന് നന്ദി പറയാൻ, हमें इस कष्ट में भी चलाए हुआ परमेश्वर को धन्यवाद देते रहेगा तो അങ്ങനെയുള്ളവർക്ക് ലഭിക്കുന്നതാണ് ജീവകിരീടം. ऐसा लोगों को मिलने वाला मुकुट है जीवन की मुकुट. നമ്മളത് വെളിപ്പാട് പുസ്തകം 2:10 ജെയിംസ് 1:12 ജീവിതത്തിൽ ഘട്ടങ്ങള്, പ്രയാസങ്ങള്, ബുദ്ധിമുട്ടുകള്, പ്രാരാബ്ധങ്ങള് ഒക്കെയും കർത്താവ് അറിയാതല്ല സംഭവിക്കുന്നത്. जब ये बातें जब प्रकाशित वाक्य 2 अध्याय का 10 वचन में और याकूब 12 अध्याय का 12 वचन में, ये दोनों वचन में इस जीवन की मुकुट के बारे में बताया हुआ है. ഉള്ളതാണ് തേജസ്സിന്റെ കിരീടം. और एक मुकुट के बारे में हम देखते हैं कि वो है महिमा का ना मुरझाने वाला मुकुट. 1 പത്രോസ് 5:4 पहला पत्रोस 5 अध्याय उसका 4 वचन में അവിടെ അത് ആർക്കാണ്? वो किसके लिए है? सबके लिए. ആ ആർക്കും മേടിക്കാം എന്ന് പറഞ്ഞാൽ മുഖപക്ഷം കൂടാതെ ओ मानो जो भी बिना भाई बंदी का ഒരു മാതൃകപരമായി സഭയെ നയിച്ച് जो एक आदर्श बनकर के जो मंडली को चलाता है അവർക്കും ഉണ്ട്. उनके लिए भी है. പിന്നെ പത്രോസ് മുകളിൽ ഭാഗത്ത് മൂർഖന്മാർക്കും കൂടെ കീഴടങ്ങിയിരിക്കുക, മൂപ്പന്മാർ കീഴടങ്ങിയിരിക്കുക, അങ്ങനെ കർത്താവിനും ദൈവദാസന്മാർ കീഴടങ്ങിയിരിക്കുന്ന വിശ്വാസികൾക്ക് കിട്ടാവുന്നതാണ് ഈ തേജസ്സിന്റെ കിരീടം. मतलब जो लोग प्रभु के दासों की अधीन रह करके प्रभु के बातों को मान करके जीवन बिताने वालों को मिलने वाला एक मुकुट है, जो ना मुरझाने वाला मुकुट. അപ്പൊ നമുക്ക് കിരീടം മാത്രം മതിയോ? क्या हमें सिर्फ मुकुट ही काफी है क्या? ഒരു രാജാവുണ്ട്, കിരീടമുണ്ട്, സിംഹാസനമില്ല, എന്തായിരിക്കും? अभी राजा है और मानो सिंहासन है और तो मुकुट नहीं, तो क्या होगा? അല്ല, മുകുടമുണ്ട്, സിംഹാസനമില്ല. हाँ, मुकुट है परंतु सिंहासन नहीं. അങ്ങനെ ഉണ്ടോ? ऐसा है क्या? അപ്പൊ ഈ കിരീടമുള്ളവർക്കെല്ലാം അതിനോട് ചേർന്ന് കിട്ടുന്ന ഒരു കാര്യമാണ് സിംഹാസനവും. जिनके पास मुकुट है उनके साथ उनको सिंहासन भी है. നമ്മള് ഈ കിരീടമുള്ളവർക്കെല്ലാം നിശ്ചയമായും കിട്ടും സിംഹാസനം. मानो जितने लोगों को मुकुट है उन सबको सिंहासन भी मिलेगा. അത് പ്രതിഫലമാണ്. वो एक प्रतिफल है. നമ്മള് വെളിപ്പാട് പുസ്തകം 3:21 എന്താ വായിക്കുന്നത്? जब प्रकाशित वाक्य उसका 3 अध्याय का 21 वचन में हम क्या पढ़ता है? കർത്താവ് जो जय पाए मैं उसे अपने साथ अपने सिंहासन पर बैठाऊंगा, जैसे मैं भी जय पाकर अपने पिता के साथ उसके सिंहासन पर बैठ गया. നോക്ക്, ആരോടെ ഇരിക്കുന്നത്? ഞാൻ എന്റെ പിതാവിന്റെ സിംഹാസനത്തിൽ ഇരുന്നത് പോലെ. जैसा प्रभु यीशु मसीह कहता है, मैं विजय पाकर के मेरे पिता के सिंहासन में जैसे बैठा. അവർക്ക് എന്തുണ്ട്? उनको क्या है? കിരീടമുണ്ട്. उनको मुकुट है. അതുകൊണ്ടാണ് അവർക്ക് കർത്താവ് എന്ത് ചെയ്യുന്നത്? इसलिए प्रभु ने उनके लिए क्या किया? സിംഹാസനമുണ്ട്. सिंहासन को भी അപ്പൊ दिया. കിരീടമുള്ളവർക്ക് സിംഹാസനമുണ്ട്. इसका मतलब जिसको भी मुकुट है उनको सिंहासन भी है. അപ്പോൾ നമുക്ക് കിട്ടുന്ന പ്രതിഫലം എന്താണ്? इसका मतलब हमें मिलने वाला वो मतलब प्रतिफल क्या क्या है? ഈ 5 കിരീടവും നമുക്ക് കിട്ടാം. ये 5 मुकुट हम पा सकता है. പക്ഷെ ഏതെങ്കിലും ഒന്നെങ്കിലും കിട്ടിയാലും और इसमें से एक भी मिल गया तो നിനക്ക് സിംഹാസനം. आपको सिंहासन. सिंहासन. ഇത് പ്രതിഫലമാണ്. ये सब एक प्रतिफल है. കാരണം ദൈവത്തെ ആത്മാർത്ഥമായി സേവിക്കുന്നവർക്ക് जो भी व्यक्ति परमेश्वर को सचमुच में प्रभु की सेवा करता है, ദൈവം കൊടുക്കുന്ന തന്റെ മക്കൾ കൊടുക്കുന്ന ആ പ്രത്യേകമായ പ്രതിഫലത്തെ കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചത്. मतलब प्रभु अपनी मानव भक्तों को या बच्चों को देने वाला प्रतिफल के बारे में अभी तक हमने ഈ विचार किया. കിരീടവും സിംഹാസനവും എന്തിനെ കാണിക്കുന്നു? ये मुकुट और सिंहासन किसको दिखाता है? നീ രാജാവാണെന്ന് കാണിക്കുന്നു, വാഴ്ചയെ കാണിക്കുന്നു. ये आप राजा है क्योंकि आपको राज्य को दिखाता है. നമ്മളെ വെളിപ്പാട് പുസ്തകം 20:6 വായിക്കുന്നുണ്ട്.
जब प्रकाश वाक्य 20 अध्याय का 6 वचन में पढ़ता है, ഒന്നാം പുനരുദ്ധാനത്തിൽ പങ്കുള്ളവർ ഭാഗ്യവാന്മാർ. जो पगला पुनरुत्थान में भाग है वो धन्य है. അവർക്ക് പ്രത്യേകമായ അധികാരങ്ങളുണ്ട്. उनके लिए विशेष अधिकार है. അവരെ കർത്താവിനോട് കൂടി 1000 വർഷം വാഴും. वे प्रभु के साथ 1000 साल राज करेगा. അപ്പൊ കർത്താവിനോട് വാഴണമെങ്കിൽ എന്ത് വേണം? तो प्रभु के साथ राज करने के लिए क्या चाहिए? क्या चाहिए? मुकुट चाहिए. പ്രൈസ് ദി ലോർഡ്. അവർ ആരാണ്? और वह कौन है? അപ്പൊ ആരാണ് നഷ്ടമാക്കുന്നത്? और कौन लोग इसको खोएगा? കർത്താവ് നഷ്ടമാക്കുകയാണോ? प्रभु हमें खोने देगा? നമുക്ക് രക്ഷ തന്നത് ഇത് സമ്പാദിക്കാൻ വേണ്ടിയാണ്. हमारा जितना भी लोगों को प्रभु ने उद्धार किया, वे लोग ये प्राप्त करना चाहिए प्रभु की इच्छा है. ദൈവത്തിന് എത്ര മഹത്വമാണ് എന്റെ മക്കളെല്ലാം രാജാക്കന്മാരാണെന്ന് കേൾക്കുന്നത്. प्रभु को कितना महिमा मिलता है कि मेरे सारे बच्चा राजा है. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ ആഗ്രഹം അതാണ്. प्रभु की इच्छा वही है. പക്ഷെ നമ്മൾ ദൈവാത്മാവിനെ ദുഃഖിപ്പിക്കുന്നു. परंतु हम प्रभु की आत्मा को शोक करते हैं. നാം ദൈവാത്മാവിനെ കോപിക്കുകയല്ല. हम परमेश्वर के आत्मा को क्रोध नहीं दिलाता. എന്നാൽ കോപിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? क्रोध दिलाने का अर्थ क्या है? അപ്പൊ പിന്നെയും നമ്മളെ സ്നേഹിച്ച് वो हमें वापस बार बार प्रेम करते हुए, നമ്മളെ വീണ്ടും യഥാസ്ഥാനപ്പെടുത്തി हमें वापस हमें जैसे लाते हुए ഈ അനുഗ്രഹത്തിലേക്ക് നയിക്കാൻ അവൻ നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. ये हमारा आत्मीय जीवन का एक पुष्टि के अनुभव में लाने के लिए प्रभु चाहता है. അപ്പോൾ ഈ റിവാർഡുകളെ നമ്മൾ കിട്ടുവാൻ ये मतलब प्रतिफलों को प्राप्त करने के लिए നമ്മൾ ഇനിയും ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചെങ്കിലും हम इतनी बातों को विचार किया तो भी നമ്മളെ രക്ഷയ്ക്ക് അധ്വാനിക്കുന്നില്ല. हम लोग अपने उद्धार के लिए हम परिश्रम नहीं करता. വിശ്വാസത്താൽ विश्वास के द्वारा. എന്നാൽ പൗലോസ് പറയുകയാണ്, परंतु प्रभु का दास पौलुस कहता है, 1 കൊരിന്ത്യർ 3:8 വായിക്കുകയാണ്. पहला कुरिन्थी का 3 अध्याय उसका 8 वचन में हम पढ़ता है, लगाने वाला और सीखने वाला दोनों एक है, परंतु हर एक व्यक्ति अपने ही परिश्रम के अनुसार अपनी मजदूरी पाएगा. അവനവന്റെ നമ്മൾ ലേബർ എന്ന് കണ്ടോ? वहां पर जो मजदूरी करने वाला ऐसा देखा ना. हाँ വായിച്ചില്ലേ? हाँ, ഓരോരുത്തരുടെയും वो मतलब एक व्यक्ति अपनी अपनी परिश्रम या उस मेहनत के अनुसार या उस मजदूरी का मतलब मजदूरी पाएगा. രക്ഷയ്ക്ക് വേണ്ടി നമ്മൾ അധ്വാനിക്കണ്ട. उद्धार के लिए हमें परिश्रम करने की जरूरत नहीं. നമ്മൾ ചിന്തിക്കുന്നത് രക്ഷയെ പ്രാപിക്കണമെങ്കിൽ നമ്മൾ ഒരുപാട് അധ്വാനിക്കണം. कई लोग ऐसा विचार करता है कि हमारा उद्धार होना है तो हमें भी उसमें कुछ तकलीफ करना चाहिए, परिश्रम करना चाहिए, मेहनत करना चाहिए करके सोचता है. ചില തീർത്ഥാടനത്തിന് പോകുന്നുണ്ട്. इसलिए कई लोग उद्धार पाने के लिए तीर्थाटन करता है, കാശി പോകുന്നുണ്ട്, काशी में जाता है, മസ്ജിദിൽ പോകുന്നുണ്ട്. मस्जिद में जाता. ക്രിസ്ത്യാനികൾക്കും പല മലയാറ്റൂർ പോലെ പല തീർത്ഥാടന കേന്ദ്രങ്ങളുണ്ട്. मसीह लोग भी कई ऐसा तीर्थाटन मतलब यात्रा करता है. അവർ അധ്വാനിക്കുകയാണ്. वे लोग परिश्रम करके वो उद्धार पाने के लिए प्रयास कर रहा है. കർത്താവ് പറയാണ്, जो प्रभु ने कहा, രക്ഷ കിട്ടുവാൻ, നിത്യത കിട്ടുവാൻ, നരകത്തിൽ പോകാതിരിക്കാൻ അധ്വാനിക്കുന്നവരെ നിങ്ങൾ ഒന്നും ചെയ്യണ്ട, നിങ്ങൾ എന്റെ അടുക്കിലേക്ക് വരുവിൻ. मानो इस दुनिया की रीति में मानो परिश्रम करने वाले लोगों को सबको प्रभु बोलते हैं कि तुम लोग मेरे पास आओ. അങ്ങനെ കർത്താവിന്റെ അടുക്കിലേക്ക് ചെല്ലുമ്പോൾ जब हम प्रभु के पास जाता है, കർത്താവ് നമ്മുടെ രക്ഷയായിട്ട്, प्रभु हमारा उद्धार होकर के, അവൻ നമ്മുടെ ജീവനായി നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോൾ प्रभु हमारे जीवन बनकर हमारे में आता है. ഇനി അവൻ നമ്മളിൽ പരിശ്രമിക്കുകയാണ്. എന്ത്? നമുക്ക് കിരീടം തരാൻ, സിംഹാസനം തരാൻ, രാജവാഴ്ചയ്ക്ക്. प्रभु हमारे में आने के बाद में हम परिश्रम नहीं करता. ആ प्रभु हमारे में परिश्रम करता है, हमें राज देने के लिए, देने के लिए, सिंहासन देने के लिए हमारे में प्रभु काम करता है. പരിശ്രമം എന്ന് പറയുമ്പോൾ പൗലോസ് പറയുകയാണ്, ഞാൻ ഓടുന്നതും അധ്വാനിച്ചതും ഒക്കെ ഇങ്ങനെയാണ്, കൃപയാലാണ്, ഞാനല്ല. പ്രൈസ് ദി ലോർഡ്. प्रभु का दास कहता है कि मैं जो भी दौड़ता है, वो परिश्रम करता है, वो मैं नहीं कर रहा हूँ, प्रभु का अनुग्रह है. പക്ഷെ നമ്മൾ കർത്താവിനെ അനുവദിക്കുന്നില്ല. परंतु हमारा एक गलती क्या है, हम प्रभु को काम करने के लिए मौका नहीं देता. നമ്മൾ എബ്രായ ലേഖനം 6-ാം അധ്യായം 10-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ जब इब्रानियों का पत्री 4वां अध्याय उसका 10 वचन में हम पढ़ता है, क्योंकि परमेश्वर अन्याय नहीं कि तुम्हारे काम और उस प्रेम को भूल जाए जो तुमने उसके नाम के लिए इस रीति से दिखाया कि पवित्र लोगों की सेवा की और कर भी रहे हो. നോക്കുക, നമ്മുടെ പരിശ്രമം, നമ്മുടെ അധ്വാനം, നമ്മുടെ വർക്ക്, ഇതൊക്കെയും ദൈവനാമത്തോടുള്ള ആ തീവ്രമായ സ്നേഹം കൊണ്ട് ചെയ്തത് ദൈവം മറന്നു കളയില്ല. हम प्रभु के प्रेम में, पवित्र आत्मा की अगुवाई में, प्रभु के द्वारा किया हुआ वो एक भी काम को प्रभु कभी भी भूलेगा नहीं. അതാണ് കർത്താവിനെ വരുമ്പോൾ കർത്താവ് നമ്മൾ വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായത്തിൽ വായിക്കുന്നതാണ്.
जब प्रभु यीशु मसीह की आगमन में जब प्रकटीकरण 22 अध्याय में हम क्या पढ़ता, അവിടെ കർത്താവ് പറയുകയാണ് ഓരോരുത്തർക്കും പ്രതിഫലം കൊടുക്കുവാൻ. उस 22 अध्याय का 12 वचन में पढ़ता है कि हर एक लोगों को उसका काम के अनुसार वेतन देने के लिए वेतन मेरे पास है. നമ്മുടെ മത്തായി സുവിശേഷം 10:42 ഒരു ഗ്ലാസ് തണുത്ത വെള്ളം നീ കുടിക്കാൻ കൊടുത്താൽ, ഒരു വിശ്വാസമുണ്ട്, ഒരു ശിക്ഷణ എന്ന് വെച്ച് കൊടുത്താൽ, जब मत्ती 10 अध्याय का 42 वचन में प्रभु कहता है मेरा दास समझ करके एक गिलास पानी भी पिलाए तो वो प्रतिफल पाते बिना नहीं रहेगा. പ്രൈസ് ദി ലോർഡ്. നമ്മൾ എങ്ങനെ കൊടുക്കണം? നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്തായിരിക്കണം? हम जब देता है तो हमारा स्वभाव कैसे होना चाहिए? നമ്മൾ കൊലോസ്യ ലേഖനം അതിന്റെ 3:23-24 ചെയ്യുക 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 എന്ന് നിരന്തരം ഇവിടെ പറയുകയാണ്. आपको मालूम है जब पड़ोसियों का पत्र 3 अध्याय का 23-24 वचन में जब पढ़ता है हम जो भी काम करता है जो प्रभु के लिए करता है उसी प्रकार करो करो करके बताता है. അപ്പോൾ അത് അവിടെ നമുക്ക് നിങ്ങൾ റിസീവ് ചെയ്യും, നിങ്ങൾക്ക് ലഭിക്കും. എന്ത് കിട്ടും? പ്രതിഫലം കിട്ടും. आप जो भी प्रभु की द्वारा करता है वो सबका आपको प्रतिफल मिलेगा. ഇവിടെ കർത്താവ് പറയുകയാണ് നിങ്ങൾ സ്വർഗീയ പിതാവിന്റെ മക്കളായി തരാം. ലൂക്കോസ് സുവിശേഷം 6:35 വായിക്കുകയാണ്. जब लूका 6 अध्याय का 35 वचन में कहता है कि तुम स्वर्गीय पिता का संतान होने के लिए നിങ്ങൾ എന്ത് ചെയ്യണം? तुम्हें क्या करना है? ശത്രുക്കളെ സ്നേഹിക്കണം. आप अपने दुश्मन से भी प्यार रखो. നിങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രതിഫലം കിട്ടും. आप जरूर प्रतिफल पाएगा. അപ്പൊ നമ്മളെ ദുഷിക്കാനും നമ്മളെ പള്ളു പറയാനും ഒക്കെ ആൾക്കാരുണ്ടെങ്കിൽ പ്രൈസ് ദി ലോർഡ്, നിങ്ങൾക്ക് പ്രതിഫലം കൂടിപ്പോയി. अगर आपका निंदा करने के लिए आपके बारे में झूठ बोलने के लिए कोई है ना प्रतिफल बढ़ गया. നമ്മൾ എന്തെങ്കിലും ചെയ്യണോ? हमें ऐसा बड़ा प्रतिफल पाने के लिए कुछ करना चाहिए तो वो लोग करेगा. അതാണ് സഹിക്കുന്നുവെങ്കിൽ. इसलिए बोलता है यदि हम प्रभु के साथ अगर कष्ट सहे तो നമുക്ക് ദൈവിക ജ്ഞാനമുണ്ടെങ്കിൽ എന്ത് ലാഭമാണ്, നമുക്ക് എന്തൊരു വരുമാനമാണെന്ന് അറിയാം ഓരോ ദിവസവും. यदि हमें स्वर्गीय मतलब परमेश्वर का ज्ञान है तो दिन प्रतिदिन इतना कमाइए मतलब. ഈ വീട്ടമ്മമാർക്ക് പറ്റിയ അനേക അനുഗ്രഹം ഒന്നാണ് വെറുതെ വീട്ടിൽ ഇരിക്കില്ല, പ്രാർത്ഥിച്ചാൽ മതി. 6 അധ്യായം മത്തായി സുവിശേഷം 6 അധ്യായം 6 വാക്യത്തിൽ രഹസ്യത്തിൽ കാണുന്ന പിതാവിനോട് പ്രാർത്ഥിക്കുന്നവർക്ക് ദൈവം പരസ്യമായി പ്രതിഫലം കൊടുക്കും. പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട്, प्रार्थना प्रतिफल रंडाണ്. देखो घर में रहने वाला बहनों को सुंदर प्रतिफल पाने के लिए मौका है, क्योंकि घर में बहुत टाइम मिलता है. वो टाइम क्या करना चाहिए, गुप्त रीति में किसी को भी मालूम नहीं है ना, प्रार्थना करेगा तो पति 6 के अनुसार बड़ा प्रतिफल मिलेगा. നീ രഹസ്യത്തിലാണ് പ്രാർത്ഥിക്കുന്നത്, आप गुप्त रीति में प्रार्थना किया. നമ്മൾ പരസ്യപ്പെടുത്താൻ നോക്കരുത്, കാരണം ഞാൻ എന്താ സൗകര്യം വരാഞ്ഞതായോ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. अगर आपने किया हुआ उन बातों के बारे में सबको बताने की कोशिश नहीं करना. आपको क्यों नहीं आया, मेरा आने में देर हो गया, वो मैंने प्रार्थना कर रहा था. പ്രാർത്ഥിക്കരുത്. പ്രതിഫലം കിട്ടണമെങ്കിൽ അതിന്റെ പിന്നിൽ ഒരു മോട്ടീവ് ഉണ്ട്. हमें प्रतिफल पाना है तो उसके बारे में हमें एक अच्छा लक्ष्य होना चाहिए. എന്താണ് അതാണ് രഹസ്യത്തിൽ മത്തായി സുവിശേഷം 6:1 വായിക്കുമ്പോൾ मत्ती 6 अध्याय का 12 वचन में बढ़ता है कि जो भी हम करता है गुप्त रीति में करना चाहिए, ये दिखावा के लिए नहीं होना चाहिए. അപ്പോൾ നമ്മൾ പരസ്യമായി ചെയ്താൽ പ്രതിഫലം ഇവിടെ കിട്ടിക്കഴിഞ്ഞു. अगर आपने दिखावा के लिए किया तो प्रतिफल इधर ही मिल जाएगा. എവിടെ കിട്ടി? कहाँ पर मिला? दुनिया में मिला, दूसरे लोगों से सम्मान मिला, आदर मिला, है ना. बोलेगा ये बहुत पक्का बात है. കർത്താവ് നമ്മളെ ബീമാ സീറ്റില് यदि प्रभु ने हमें उस महिमा के सिंहासन में, നമ്മൾ 1 कोरिन्थियर 4 अध्याയം 5 വാക്യത്തിൽ വായിക്കുന്നുണ്ട്, जब 1 कोरिन्थियर 4 अध्याय का 5 वचन में बढ़ता है, നമ്മുടെ ഹൃദയ രഹസ്യങ്ങളെ വെളിപ്പെടുത്തും. हमारा हृदय की उन बातों को भी उस न्यायासन के सामने प्रभु प्रकट करके न्याय करेगा. അല്ലെ, നല്ല ചിന്തയാണെങ്കിൽ यदि अच्छा विचार है तो പ്രതിഫലമുണ്ട് അതിന് പോലും. उसका भी प्रतिफल है प्रियो. ദുഷ്ടചിന്തയാണെങ്കിൽ, अगर बुरी विचार है तो, അന്ധകാരത്തിന്റെ ചിന്തയാണെങ്കിൽ, अगर शैतानी विचार है तो നമുക്ക് പ്രതിഫലം നഷ്ടമായി പോകും. हमें हमारा प्रतिफल खो जाएगा. ഞാൻ ഹൃദയ രഹസ്യം ഉൾപ്പൂവുകളെയും ശോധന ചെയ്യുന്നവരാണ്. प्रियो, हमारा हृदय की या मन की गूढ़गुप्त बातों को भी परखने वाला परमेश्वर है, हमारा परमेश्वर. നമ്മുടെ നിരൂപണങ്ങൾക്ക് പോലും പ്രതിഫലം ദൈവം തരും. इसलिए हमारा विचारों को, भावनाओं को, सबको प्रभु प्रतिफल दे करके सम्मान करने वाला एक दिन है.
അപ്പൊ നമുക്ക് കിട്ടാൻ പോകുന്ന പ്രതിഫലങ്ങളെ കുറിച്ച് इसलिए हमें जो मिलने जा रहा है उस प्रतिफल के बारे में നമ്മൾ ആ പ്രതിഫലത്തിന് വേണ്ടി അല്ല ജീവിക്കുന്ന വാസ്തവത്തിൽ. हम लोग वो प्रतिफल पाने के लिए नहीं जी रहा है. നമ്മൾ ജീവിക്കുന്ന ആർക്ക് വേണ്ടിയാണ്? हम किसके लिए जीता है? കർത്താവിന് വേണ്ടിയാണ് ജീവിക്കുന്നത്. हम उसी के लिए जीता. നമുക്ക് റോമാലേഖനം 14 അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ जब रोमियो का पत्र 14 अध्याय में 7-8 वचन में हम पढ़ता है, നമ്മള് മരിച്ചാലും ജീവിച്ചാലും ആർക്ക് വേണ്ടിയാണ്? हम जिए या मरे हम प्रभु का है. അപ്പൊ കർത്താവിന് വേണ്ടി ജീവിക്കുമ്പോൾ जब हम प्रभु के लिए जीता है അത് നഷ്ടമല്ല, ലാഭമാണ്. वो कोई भी प्रकार नुकसान का नहीं, वो सब लाभ की बात है. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, इसलिए पौलुस ने कहा, വിട്ടുപിരിഞ്ഞ് അങ്ങ് പോകുന്നത് എനിക്ക് ഏറെ നല്ലത്. इसलिए मैं यहाँ से अलग होकर के प्रभु के साथ रहना मेरे लिए सबसे अच्छा है. പക്ഷെ നമ്മളെ സംബന്ധിച്ചോളം വിട്ടുപിരിയാൻ ഒട്ടും എത്ര പ്രായമായാലും വിട്ടുപോകാൻ താല്പര്യമില്ല. तो हमारा खूबी क्या है ना, इतना भी उम्र होने से तो भी प्रभु को बोलते हैं और 2 दिन इतनी रहने के लिए हम चाहते हैं. പൗലോസ് പറയാണ്, तो पौलुस क्या बोलता, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവാണ്, मेरे लिए जीना मसीह, ഞാൻ അവന് വേണ്ടി ജീവിക്കുന്നു. मैं मसीह के लिए जीता हूँ എന്റെ മരണം എനിക്ക് ലാഭമാണ്. और मेरा मृत्यु मेरे लिए लाभ है. എത്ര ശ്രേഷ്ഠമായ പ്രതിഫലമാണ്. മരണത്തെ ലാഭമാക്കി തീർക്കുന്ന ഒരു ബിസിനസ്സാണിത്. प्रियो, मृत्यु को लाभ बनाने वाला एक बिजनेस है मसीह जीवन. ലോക മനുഷ്യർക്ക് മരണം എന്താണ്? मैं दुनिया के लोगों के लिए मृत्यु क्या है? മരണം ഭയാനകമാണ്. वो उनके लिए बहुत भयंकर बात है. അവർ മരിച്ചു കഴിയുമ്പോൾ എവിടേക്ക് പോകും? और वो मरने के बाद कहाँ जाएंगे? അത് ടെറർ, ഘോര രാജാവിന്റെ അടുക്കിലേക്ക് പരേഡ് ചെയ്യുമെന്നാണ് പറയുന്നത്. वो एकदम भयंकर राजा के पास एकदम डराने का अनुभव में वो ले जाएगा. എന്നാൽ വിശ്വാസം എടുത്തോളം परंतु जब तक हमारे में विश्वास है, തേജോമയനായ ക്രിസ്തുവിന്റെ അടുക്കിലേക്ക് हम उस महिमा से भरा हुआ प्रभु यीशु के पास അവനെ കാണുമ്പോൾ നാം അവനെ പോലെ ഇരിക്കുന്നവരായതുകൊണ്ട് जैसे उसको देखेगा वैसा हम बन जाएगा. इसलिए അപ്പോൾ ക്രിസ്തു ജീവിക്കുക എന്നുള്ളത്, ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുക എന്നുള്ളത് പ്രതിഫലങ്ങളുടെ അനേക നിരകളാണ്. प्रियो, मसीह के लिए जीने का अर्थ हमें बहुत से प्रतिफल पाने का बहुत बातें है. നമുക്ക് പല കാര്യങ്ങളും ഈ കർത്താവിനായി ജീവിക്കുമ്പോൾ ഇവിടെ നഷ്ടം വരും. अभी जब हम प्रभु के लिए जीवन बिताएंगे तो दुनिया में हमें कई बात का कष्ट नष्ट होगा. എനിക്ക് ലാഭമായി തോന്നുക്കി ഞാൻ നഷ്ടമാക്കിയത് കൊണ്ടാണ് എനിക്ക് നിത്യത പ്രതിഫലമായി തീരുന്നത്. जब हम देखते हैं कि जो हमारे लिए लाभ का था वो प्रभु के खातिर हमने उसको कूड़ा कचरा समझता है, इसलिए प्रभु के पास बड़ा प्रतिफल का हम योग्य बन जाता है. ഈ ലോകത്തിൽ എത്ര പ്രശസ്തമായതും വെറും ചപ്പും ചവറുമാണ്. प्रियो, ये दुनिया का कितना भी मूल्यवान बात भी क्यों ना हो, तो प्रभु का दृष्टि में या अनंतता का दृष्टि में वो बिल्कुल कूड़ा कचरा है. ഏറ്റവും വലിയ സമ്പത്ത് ഈ മൺകൂടാരങ്ങളിൽ ദൈവത്തിന് നിക്ഷേപമായി ക്രിസ്തു, അവന്റെ ആത്മാവ്, അവനേക്കുള്ള പരിജ്ഞാനം, അവനു വേണ്ടിയുള്ള തീഷ്ണത, ഇതെല്ലാം നമുക്ക് നിത്യമായ നിക്ഷേപമായിട്ട് തീരുകയാണ്. प्रियो, हमारा इस छोटा सा जीवन में हमारे लिए बड़ा संपत्ति बोलेगा तो वो प्रभु यीशु मसीह है. यीशु मसीह का ज्ञान है, अनंतता का ज्ञान है, ये सब हमें अनंत काल के लिए हमारा बन कर रहेगा. നമ്മുടെ ശരീരം ഓരോ ദിവസവും അത് ദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. हमें आपको मालूम है हमारा शरीर हर एक दिन ऐसा कमजोर होते जाता. നമ്മുടെ ശരീരത്തിൽ ഏത് ഭാഗമാണ് പെട്ടെന്ന് ഫെയിലാകുന്നത് നമുക്കറിയില്ല. हमारे शरीर में कौन सा भाग जल्दी फेल हो जाएगा मालूम नहीं. നമ്മുടെ കാഴ്ച നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. हमारा जो रोशनी नष्ट होते जा रहा है. നമ്മുടെ ആഹാരം കഴിക്കാനുള്ള രുചി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. हमारा भोजन का टेस्ट बदलते जा रहा है. എന്നിട്ടും तभी भी ഈ ബലഹീന ശരീരത്തിൽ ഇരുന്നു കൊണ്ട് നമ്മൾ ആർക്കെതിരെയാണ് പ്രവർത്തിക്കുന്നത്? परंतु इस कमजोरी शरीर में रह करके भी हम किसके खिलाफ काम करते हैं? ഒരിക്കലും ദ്രവത്വം കാണാത്ത ശരീരമുള്ള ക്രിസ്തു, कभी भी किसी प्रकार का भी हानि ना पहुंचने वाला मसीह ശക്തനായ ക്രിസ്തുവിനെതിരെ ബലഹീനരായ നമ്മളെ സാത്താൻ ഉപയോഗിക്കുക. है. उस सामर्थ्यवान प्रभु के खिलाफ में शैतान हमको इस्तेमाल करता. നമ്മളെ വീണ്ടെടുക്കാൻ ആ ശരീരം യാഗപീഠത്തിൽ അർപ്പിച്ചിട്ടും हमारे लिए प्रभु के शरीर प्रभु ने वेदी में चढ़ाया, तभी भी നമ്മൾ ആ യാഥാർത്ഥ്യം മനസ്സിലാകാതെ हम लोग उस सच्चाई को ठीक से ना समझ कर 2 ദിവസം ജീവിച്ചിരുന്നാൽ जब 2 दिन जिए तो കർത്താവിനെതിരെ നമ്മളെ പണി കൊടുക്കാമെന്ന് നമ്മൾ ചിന്തിക്കും. हम लोग प्रभु के खिलाफ में कार्य करने के लिए सोचता है. നമ്മൾ കർത്താവോട് പറയാം, इसलिए प्रभु से कहना है, ഞാൻ വളരെ ബലഹീനനാണ് കർത്താവ്, प्रभु में बहुत बलहीन हूँ, कमजोर हूँ. നീ എന്നെ, നമ്മൾ എത്ര ബലഹീനനെന്ന് അറിയുന്നോ അത്രത്തോളം നമുക്ക് ശക്തി കിട്ടിക്കൊണ്ടിരിക്കും. प्रियो, अगर आप अपने आप को बलहीन करके जानेगा तो प्रभु जरूर उतना अधिक आपको सामर्थ्य देगा. പൗലോസ് അത് നേരത്തെ കണ്ടുപിടിച്ചു. अब पौलुस ने इस बात को पहले से जान लिया. നമ്മളെ ഫിലിപ്പിയ ലേഖനത്തിൽ എന്താണ് വായിക്കുന്നത്? 2 കൊരിന്ത്യർ 12 അധ്യായത്തിൽ വായിക്കും, ഞാൻ ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തനാണ്. जब दूसरा कुरिन्थी 12 अध्याय का 9 वचन में हम देखते हैं, जब मैं बलहीन है तभी भी मैं सामर्थ्य हूँ. എന്തിനാണ്? इसलिए കർത്താവിനെ സേവിക്കാൻ. प्रभु का सेवा करने के. എന്നാൽ മറുവശത്ത് ഈ ബലഹീന ശരീരത്തിലും പാപം ചെയ്യാൻ നമ്മൾ ശക്തരാണെങ്കിൽ അത് വളരെയധികം
നിരുത്തരപരമായ ജീവിതമാണ്. प्रियो दूसरी दिशा में यदि इस बलहीन शरीर में अगर हम पाप करने वाला स्वभाव में है तो वो हमें प्रभु के खिलाफ में हम लोगों को ले चलने वाला एक गिरावट की बात है. നമ്മുടെ ശരീരങ്ങളെ നീതിയുടെ ആയുധങ്ങളായി ഹൃദയപൂർവ്വം സമർപ്പിച്ചാൽ हमारा शरीर को धार्मिकता हथियार होकर के अगर हम हृदय की सच्चाई से समर्पण करेगा तो കർത്താവ് ഒരിക്കലും പറയുന്നത് നീ ഒരുപാട് പ്രായമായി ക്ഷീണിച്ച ശരീരമാണ് എന്റെ എനിക്ക് വേണ്ട, അങ്ങനെ കർത്താവ് പറയത്തില്ല. प्रभु कभी ये नहीं बोलेगा कि तू बूढ़ा हो गया, एक कमजोर शरीर है, मुझे नहीं चाहिए, ऐसे नहीं बोलेगा. പറയോ? ऐसे बोलेंगे? കർത്താവ് നമ്മുടെ പ്രായം നോക്കുന്നില്ല, प्रभु हमारा उम्र को नहीं देखता, നമ്മുടെ ശരീരത്തിന്റെ സൈസ് നോക്കുന്നില്ല, हमारा शरीर की अवस्था को नहीं देखता, നമ്മൾ വൃദ്ധനാണോ നോക്കുന്നില്ല. हम बुढ़ा है क्या देखता नहीं. ഒരു ദിവസമെങ്കിലും ഒരു ദിവസം, एक दिन है तो उस एक दिन. കാരണം ദൈവത്തിന് മഹത്വമായിട്ട് ഈ ബലഹീന ശരീരത്തെ ഏൽപ്പിച്ചു കൊടുക്കുന്നത്. प्रभु का महिमा के लिए इस कमजोर शरीर को अगर हम सौंपेगा तो ശത്രുവിന്റെ വായ അടയ്ക്കാൻ പറ്റിയ സന്ദർഭമാണ് ഈ ബലഹീന. കാരണം ഒരു ബലഹീന വിശ്വാസിയെയും കൊണ്ട് സാത്താനെ ലജ്ജിപ്പിക്കാനുള്ള കരാറിലാണ് ദൈവം ഏർപ്പെട്ടിരിക്കുന്നത്. मतलब एक बलहीन पात्र को भी लेकर के शैतान का मुंह बंद करने के लिए, प्रभु कार्य करने के लिए प्रभु हरदम तैयार है. നമ്മൾ നേരത്തെ കണ്ടു, ഒരു ദൈവ പൈതലിനെ കൊണ്ട് ദൈവത്തെ പിതാവെന്ന് വിളിക്കുന്ന ഒരു മകനെ കൊണ്ട് തന്നെ ദൈവത്തെ അവമാനിക്കാൻ സാത്താൻ ഇറങ്ങിത്തിരിച്ചുവെങ്കിൽ जब हमने पहले भी देखा है कि अब्बा पिता कहने वाला प्रभु के बेटा से प्रभु का निंदा करवाने के लिए शैतान निकला है, तो ഈ ശക്തനായ സാത്താനെ इस शक्तिमान शैतान को നിസാരനായ നിന്നെയും കൊണ്ട് जब आप बलहीन कमजोर पात्र आपसे ലജ്ജിപ്പിക്കുവാൻ ദൈവത്തിന് കഴിയും. उसको लज्जित कराने के लिए प्रभु सामर्थ वाले, കാരണം ദൈവം അത്രമാത്രം നമ്മളെ കരുതുന്നു. क्योंकि प्रभु इतना हमारे लिए सोचता है. നമ്മുടെ ഹൃദയപൂർവമായ സമർപ്പണം ഏറ്റവും ആവശ്യം. हमारा हृदय की साथ का एक सच्चा समर्पण बहुत जरूरी है. അതൊരു ദിവസമല്ല, वो एक दिन नहीं, എല്ലാ ദിവസവും സമർപ്പിക്കണം. हर रोज हमें समर्पण करना വളരെ ആത്മാർത്ഥമായി സമർപ്പിക്കണം. और एकदम दिल से समर्पण करना. നമ്മുടെ സമയം കൊടുക്കണം, हमारा समय देना, നമ്മുടെ ശരീരം കൊടുക്കണം, हमारा शरीर देना, നമുക്കുള്ള സ്വത്ത് മുഴുവനും, हमारा संबंध पूरा, നമ്മുടെ വീട് हमारा घर. എന്ന് പറഞ്ഞ് ഇതെല്ലാം വിട്ട് സന്യാസിക്കാന്നുള്ളതല്ല. मैं बोलने का अर्थ ये सब छोड़ करके आप जंगल में जाओ और सन्यासी बन जाओ, ऐसा नहीं. ഇതെല്ലാം നിന്ദയാണ്. प्रभु को समर्पण करके प्रभु ये सब दे रहा है. കാരണം ഇതെല്ലാം ഞാൻ മരിക്കുമ്പോൾ കൊണ്ടുപോകും. क्योंकि ये कुछ भी मैं मरने के टेबल लेकर नहीं जाए. ഇതിലൂടെയൊക്കെയാണ് സാത്താൻ മുതലെടുക്കുന്നത്. ऐसे बातों के द्वारा शैतान फायदा उड़ाता है. ഇതെല്ലാം നിന്ദയാണ്. ये सब प्रभु दे रहा है, നിനക്ക് ഇഷ്ടം പോലെ ചെയ്യാം. आपकी मर्जी में सब कुछ इस्तेमाल कर सकते. എന്റെ സമയത്തിന്റെ ഓരോ നിമിഷവും നിന്റെയാണ്. क्योंकि मेरी जिंदगी के समय का एक एक पल आपका है. കൃത്യമായി ഈ സമർപ്പണം അറിഞ്ഞാൽ यदि सचमुच में और ये समर्पण को प्रभु को अगर मिल जाए, നമ്മളെ ഒരു വിശുദ്ധ ജീവിതം, നീതി വസിക്കുന്ന ഒരു പുതിയ ജീവിതത്തിന് വേണ്ടി വിശുദ്ധ ജീവിതം നയിക്കുക. അല്ലെങ്കിൽ നമ്മൾ മറ്റേ ജീവിതം പറഞ്ഞ ഏതാണ്? സാത്താനുമായുള്ള കരാറിൽ ഏർപ്പെടും. अगर ऐसा समर्पण करेगा तो आपका जीवन एक पवित्र जीवन रहेगा, और ऐसा नहीं रहेगा तो आप बड़ा जीवन रहेगा. റോമലേഖനം 6-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്നത് സമർപ്പിത ജീവിതവും സമർപ്പിക്കാത്തതും തമ്മിൽ താരതമ്യപ്പെടുത്തും. ഇപ്പോൾ നിങ്ങൾക്ക് ലജ്ജ തോന്നുന്നു. നേരത്തെ നിങ്ങൾ തന്നെത്താൻ ഇഷ്ടംപോലെ ജീവിച്ചപ്പോൾ നിങ്ങൾക്ക് നീതിയെക്കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു, ദൈവത്തെ നിങ്ങൾ പരിഹസിക്കായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇതാ സമർപ്പിച്ചപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടി? എത്ര വിശുദ്ധ ജീവിതം, എത്ര അനുഗ്രഹമാണ്. അത് അനുഭവത്തിലൂടെ അറിയാനായിട്ടാണ് കർത്താവ് നമ്മളെ വിളിച്ചത്. जब रोमियो के पत्री 6वें अध्याय में जब पौलुस बोलता है, एक समय में तू अपनी मनमानी में जीवन बिताते थे, परंतु जब तुम समर्पण किया अब तुम्हारा जीवन कितना स्वामी के लिए कितना फायदेमंद जीवन बना, ये जानने के लिए प्रभु चाहता है. ജീവിതം എത്ര ശ്രേഷ്ഠമാണ്. ऐसा जीवन कितना धन्य जीवन है. നമ്മുടെ പ്രതിഫലങ്ങളെ കുറിച്ച് നമ്മള് ധാരാളമായി നമുക്കത് പ്രശംസിക്കാം. ഈ പ്രതിഫലങ്ങളെല്ലാം നമുക്കുള്ളത്, ഈ വാഗ്ദാനങ്ങൾ നമുക്കുള്ളത് കൊണ്ട് ഇതെല്ലാം വാഗ്ദാനങ്ങളാണ്. ये सब प्रतिफल है, साथ ही साथ ये सब प्रभु के वायदाएं हैं. ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വാഗ്ദാനങ്ങളാണ്. ये सब प्रभु के वचन में लिखा हुआ वायदाएं हैं. ദൈവത്തിന്റെ ഏത് വാഗ്ദാനവും ക്രിസ്തുവിൽ നമുക്ക് ഉവ്വ് ഉവ്വ് എന്നാണ്. और प्रभु का सारे वायदा प्रभु यीशु मसीह में हमारे लिए हाय हाय. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് മഹത്വം വരുമാറ് ഞങ്ങളാൽ ആമീൻ എന്ന് തന്നെ. और प्रभु को महिमा मिलने लायक हम आमीन करते हैं. പ്രിയമുള്ളവരെ, നമുക്ക് വളരെ ശ്രദ്ധയോടെ ആ ക്രിസ്തീയ ജീവിതം നയിക്കാം. इसलिए हम बहुत ध्यान के साथ हम मसीह की बिताएं. പ്രൈസ് ദി ലോർഡ്. Praise the Lord. मसीह जीवन, मसीह किसको कहता है? एक्चुअली मसीह
मसीह के लिए जीने वाला जीवन को भी नहीं कहता एक्चुअली। मसीह जो कहता है उसमें मसीह जीता है। मसीह के लिए जीना और मसीह जीने में बहुत अंतर है। और दूसरी बात प्रियो, हमारा ये एक ही मौका है, एक ही जिंदगी। कब मरेगा? शनिवार को। कब मरेगा है? वो नहीं, कब मरेगा? अभी आप ये शरीर से कब मरेगा मालूम नहीं है ना, मालूम नहीं। तो फिर हमें कैसे रहना चाहिए? हाँ, रोज हमें मृत्यु को सामना करने की तैयारी में रहना चाहिए। देखो एक बात है, मरने के बाद मौका है क्या? नहीं, मरने के बाद मौका नहीं। तो हमें परंतु अभी आप देखिए, जो लोग जो समय मिलता है वो वास्तव में किस बात के लिए भाग रहा है? प्रभु को जीतने के लिए, आनंद काल की बातों के लिए नहीं भाग रहा है, दुनिया के लिए भाग रहा है। अचानक बुलाहट आता है, फिर छोड़कर जाना पड़ता। तब उनको क्या होता? इधर से जाने के बाद में उनको मालूम पड़ता है कि ये मेरा नहीं था। तब तक क्या लगता? ये सब मेरा है, मेरा है। अपना है क्या? नहीं है ना। अपना है तो मेरे साथ में नहीं जाता है। उसका मतलब हमारे ये छोटा सा जीवन प्रयोग, एक ही मौका, एक ही जिंदगी। खास करके इब्रानियों 9:27 में लिखा है, एक बार मरना फिर न्याय का होना सारा मनुष्य के लिए परमेश्वर ने नियुक्त किया है। प्रयोग, मरने के बाद कुछ काम करने का मौका नहीं। अभी हम लोगों को प्रोत्साहित करता है प्रभु का हमें मिला हुआ प्रकाशन के अनुसार आनंददा में मिलने वाला फायदा के लिए समझाता है। प्रयोग, हमारे दिल कभी भी ये दुनिया की बातों में आनंददा का प्रतिफल को नष्ट नहीं करना है ना। आप लोग हमारा प्रकाश वाक्य का अध्याय में भी आप लोगों ने देखा है कि मतलब कितना प्रकार का मुकुट है ना। अपने को मैं कौन सा आज मतलब मेरे लिए जो मुकुट है, मैं कुछ मुकुट पाने लायक के मेरा जीवन है कि नहीं, ये बात को परखकर जानना है। और एक विजयी जीवन बिताना कितना बड़ी बात है। प्रभु को बहुत धन्यवाद देता है। प्रभु ने कई बातें और एक बार रिविजन करा करके हमें याद दिलाया। लेकिन हर एक पवित्र लोग एक बहुत बड़ा उत्साह के साथ इन दिनों में, क्योंकि हमारे में प्रभु हमें जब हमारा उद्धार किया है, जो उद्धार नहीं पाया उनका बात अलग है, लेकिन उद्धार पाया वो लोग हमेशा आनंददा का जीवन बिताना चाहिए। और नहीं तो विरोधी हमें मतलब हमारा स्वर्गीय पिता का हमें एक लज्जा का पात्र बनाएगा। ये तो पक्की बात है ना। विरोधी को मौका मिल गया तो इसलिए बोलता ना, शैतान को अवसर ना देना है और आत्मा को शोकित ना करना। तो ये सब हमारा कर्तव्य, आत्मा का दिल दे करके एक अच्छा विजयी जीवन बिताते हुए उस फल को पाने के लिए अपनी तैयारी लेना। तो प्रभु सबको आशीष दे। प्रभु का वचन बोलने के लिए प्रभु दास को प्रभु ने आदि सामर्थ्य दिया। बहुत अच्छा रीति में बहुत से बातें प्रभु ने हमें आज भी सिखाया। प्रभु का प्यार है, काशी की मंडली से प्रभु बहुत प्यार करता है, तो उसके लिए प्रभु को धन्यवाद देता है। वचन बताया वो प्रभु का दास को भी धन्यवाद देता है। तो परिभाषा करने के लिए मुझको भी सामर्थ्य दिया, इसलिए प्रभु को महिमा देते है ना। प्रभु हर बात में महिमा का योग्य। तो आइए प्रियो, लिया सारे महिमा प्रभु को मिले।